ഹലോ, ഞാൻ പ്രേം കൃഷ്ണൻ, ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയിലെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് ഫാക്കൽറ്റിയാണ്, CA ഇൻ്ററിൻ്റെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് RTP സെപ്റ്റംബർ 2026 RTP കവർ ചെയ്യുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം RTP ഏറ്റവും ആദ്യം കേസ് സെനേറിയോസ് ആണ് തന്നിരിക്കുന്നത്. ആദ്യം തന്നെ കേസ് സെനേറിയോസിലേക്ക് പോവാം. എടാ, കേസ് സെനറിയോസ് പഠിക്കുമ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, ഇത്തവണയും അത് തന്നെ പറയുന്നു. എക്സാമിനേഷന് ചെല്ലുമ്പോൾ ഈ വലിയ നീണ്ട കഥ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കരുത്, വായിച്ച് സമയം കളയരുത്. നേരെ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് പോവുക പ്ലീസ്. അത് മുഴുവൻ വായിച്ച് കളയുമ്പോഴേക്കും ഒരുപാട് സമയം പോകും. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. വെറുതെ വായിച്ച് സമയം കളയാൻ നിൽക്കരുത്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാരഗ്രാഫിലേക്ക് പോകേണ്ട ആവശ്യം വരുവാണെങ്കിൽ മാത്രം നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ റോബസ്റ്റ്. നമ്മൾ കേസ് സെനേറിയോ വായിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നേരെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ, ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. നോക്കിക്കോ. റോബസ്റ്റ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് ക്രിയേറ്റഡ് എ ചാർജ് ഓൺ ഇറ്റ്സ് ഹിസാർ ലാൻഡ് ഓൺ 1st May 2019. ചാർജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യനാണ്. ആൻഡ് ഫയൽഡ് ഫോം CHE1 ഓൺ 16th May 2019. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? അയ്യേ, May 1 ഈ കമ്പനി ലോൺ എടുത്തു. കമ്പനിയുടെ ഹിസാറിലുള്ള ലാൻഡ് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തു. അതിൻ്റെ രജിസ്ട്രേഷൻ CHE1 ഫയൽ ചെയ്തത് 16. ഓക്കെ, ഫൈൻ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ദ ചാർജ് വാസ് രജിസ്റ്റേർഡ് വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റ് ഓഫ് 30 days, ഹെൻസ് നോ പെനാൽറ്റി. ഇത് തന്നെ ആൻസർ അല്ലേ? ബാക്കിയുള്ളത് നോക്കണ്ട. കാരണം എന്താ, നമുക്ക് എന്താ പഠിക്കാനുള്ളത്? സെക്ഷൻ 77 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്പനിയുടെ അസറ്റ്സ് സെക്യൂരിറ്റി ആയിട്ട് കൊളാട്രൽ ആയിട്ട് ക്രെഡിറ്ററിന് കൊടുത്തിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ ചാർജിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ROCയിൽ ചെയ്യേണ്ട ഫോം ഏതിലാ? CHE1 അല്ലേ? ഇപ്പം കമ്പനി ലോൺ എടുത്തു കഴിഞ്ഞാൽ CHE1 എന്ന് പറയുന്ന ഫോം എടുക്കണം. എന്നിട്ട് ആ ഫോമിനകത്ത് ലോൺ എഗ്രിമെൻ്റ് കോപ്പിയും ബാക്കി ഡീറ്റെയിൽസും എല്ലാം അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് അത് ROCയിൽ ഫയൽ ചെയ്യണം. എത്ര ദിവസത്തിനകത്ത് ഫയൽ ചെയ്യണം എന്നാണ് കണ്ടീഷൻ? 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. ലോൺ എടുത്ത് 30 ദിവസത്തിനുള്ളിൽ CHE1 ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യുമ്പോൾ ROC ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. സർട്ടിഫിക്കറ്റ് തരുന്ന ഫോം ഏതാ? CHG2 അല്ലേ? ഇത്രയേ ഉള്ളൂ പ്രൊവിഷൻ. ഫസ്റ്റ് ആൻസർ അല്ലേ ശരി? ചാർജ് കൃത്യം 1 ലോൺ എടുത്തു, 16 ചാർജിൻ്റെ രജിസ്ട്രേഷൻ ഫയൽ ചെയ്തു, CHE1 ഫയൽ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ആൻസറാ, പെനാൽറ്റി ഒന്നുമില്ല, കറക്റ്റ് സമയത്തിനുള്ളിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻസർ ശരിയാണോ ഒന്ന് നോക്കാം. 1A. ഫൈൻ, കൊള്ളാം, സൂപ്പർ. ആദ്യത്തെ ചോദ്യം പെട്ടെന്ന് കഴിഞ്ഞു. കണ്ട, വെറുതെ അതൊക്കെ വായിച്ച് സമയം കളയണോ? വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. ദ കമ്പനി റീപേഡ് ദ ലോൺ ഓൺ 15th May. 15 Mayന് കമ്പനി ഫുൾ എമൗണ്ട് റീപേ ചെയ്തു. ആൻഡ് റൊസാലിയ ഇമീഡിയറ്റ്ലി ഫയൽഡ് CHE4. റൊസാലിയ ആരാടോ? റൊസാലിയ കമ്പനിയുടെ ആരെങ്കിലും ആണെന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ടാണല്ലോ CHE4 ഫയൽ ചെയ്തത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഓക്കെ, the company is required to intimate ROC of satisfaction of charge within 30 days from the date of satisfaction. സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ അല്ലേ? ഫുൾ എമൗണ്ട് റീപേ ചെയ്താൽ അതിനെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. ആദ്യത്തെ ആൻസർ ശരിയാ, ഫൈൻ. ഓക്കെ, ബാക്കിയും കൂടെ നോക്കാം. ഇതിൽ ഏതാണ് ആപ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ? സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ് നീഡ് നോട്ട് ബി റിപ്പോർട്ടഡ് ഇഫ് ദ ലോൺ ഈസ് ലെസ് ദാൻ 1 crore. തെറ്റാ. ഓൺലി ദ ബാങ്ക് ആസ് ഹോൾഡർ ഓഫ് ബാങ്ക് തന്നെ ഫയൽ ചെയ്യും, അങ്ങനെ ഒന്നുമില്ല. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ് ക്യാൻ ബി അറ്റ് എനി ടൈം ബിഫോർ വൈൻഡിങ് അപ്പ്. തെറ്റാ, 3 ആൻസറും തെറ്റാ. ഇതാണ് ശരി അല്ലേ? എന്താ പ്രൊവിഷൻ? എന്താ, നമ്മുടെ കമ്പനി ക്രെഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ലോണ് ഫുള്ളി റീപേ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റർ സാറ്റിസ്ഫൈഡ്, ഫുൾ എമൗണ്ടും കിട്ടിയല്ലോ, ഇൻട്രസ്റ്റ് അടക്കം. അങ്ങനെ ഫുൾ എമൗണ്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യണം? അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഫുൾ എമൗണ്ട് റീപേ ചെയ്ത വിവരം ROCയെ അറിയിക്കണം. എന്നിട്ട് ROCയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് വയ്ക്കണം. ഇത് അറിയിക്കാനായിട്ട് കമ്പനി ഫയൽ ചെയ്യേണ്ട ഫോം CHG4. ഓക്കെ, CHG4 ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ROC എന്ത് ചെയ്യും? 30 ദിവസത്തിനകത്ത് ഫയൽ ചെയ്യണം. ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ROC എന്ത് ചെയ്യും? ക്രെഡിറ്ററിന് ഒരു ഷോ കോസ് നോട്ടീസ് അയക്കും, കാരണം കാണിക്കൽ നോട്ടീസ്. എന്നിട്ട് ക്രെഡിറ്ററിനോട് ചോദിക്കും. എന്ത് ചോദിക്കും?
ഈ കമ്പനി CHE4 ഫയൽ ചെയ്തിട്ടുണ്ട്, ചാർജ് ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവന്മാർ പറയുന്നത്. അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കട്ടെ, കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ക്രെഡിറ്ററിനോട് ചോദിക്കും. എന്നിട്ട് ROC 14 ദിവസം വെയിറ്റ് ചെയ്യും. ശരിക്കും പൈസ തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റർ അവിടെ ഒബ്ജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ക്രെഡിറ്ററിനോട് വെരിഫൈ ചെയ്യുകയാണ് ചെയ്യണേ. അപ്പോൾ ക്രെഡിറ്റർ ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ 14 ദിവസം കഴിയുമ്പം CHG5 എന്ന് പറയുന്ന ഫോമിൽ സർട്ടിഫിക്കറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. ഇവിടെ ആദ്യത്തെ പോയിന്റ് അല്ലേ കറക്റ്റ്, 30 ദിവസത്തിനുള്ളിൽ CHE4 ഫയൽ ചെയ്യണം. സെക്കൻഡ് ആൻസർ എ. സോറിടാ, ആൻസേഴ്സ് എല്ലാം കൂടെ ഏറ്റവും അവസാനം എഴുതിയിരിക്കണേ. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. സെക്കൻഡ് ആൻസറും എ. ഫൈൻ. ഇനി മൂന്നാമത്തെ ചോദ്യം എവിടെ? അക്കോർഡിംഗ് ടു ദ കേസ് സെനേറിയോ, റൊസാലിയ എന്ന് പറയുന്ന കമ്പനിയുടെ ആളാണെന്നാണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫയൽ ഫോം നമ്പർ CHE1 along with other requisite documents and charge was duly registered by the jurisdictional ROC on 16th May 2019. ഓക്കെ, 16th Mayക്ക് ചാർജ് രജിസ്ട്രേഷൻ ചെയ്തു. Okay, after the term loan was repaid, ROC issued a certificate relating to registration of charge in form CHE5. ഓക്കെ, ഫുൾ എമൗണ്ട് റീപേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ROC CHE5 സർട്ടിഫിക്കറ്റ് കൊടുത്തു. നേരത്തെ പറഞ്ഞ കേസ് പോലെ CHE5 സർട്ടിഫിക്കറ്റ് കൊടുത്തു. സർട്ടിഫിക്കറ്റ് കൊടുത്തത് 26 ജൂണിന്. ഓക്കെ, കീപ്പിംഗ് ഇൻ വ്യൂ the relevant provisions for how long is the instrument by which the charge was created required to be preserved. ഇൻസ്ട്രുമെന്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോൺ അഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ ചാർജ് ഫയൽ ചെയ്തു, എന്നിട്ട് ആ ഫുൾ എമൗണ്ട് റീപേ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി CHE4 ഫയൽ ചെയ്തു. ROC CHE5 സർട്ടിഫിക്കറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ തന്നു. ഈ കമ്പനി എൻ്റർ ചെയ്ത ലോൺ അഗ്രിമെന്റ് ഇല്ലടാ, ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റിംഗ് ദ ചാർജ്, ആ ലോൺ അഗ്രിമെന്റ് എത്ര നാൾ പ്രിസർവ് ചെയ്യണമെന്നാണ് ചോദ്യം. ഓക്കെ, കമ്പനീസ് ആക്ട് പറയുന്നത് നിങ്ങൾ ഫുൾ എമൗണ്ടും റീപേ ചെയ്ത് കഴിഞ്ഞാൽ 8 വർഷം വരെ ഈ ലോൺ അഗ്രിമെന്റ് എല്ലാം പ്രിസർവ് ചെയ്യണം എന്നാണ് കമ്പനീസ് ആക്ട് പറഞ്ഞിരിക്കുന്നത്. ഫുൾ എമൗണ്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ 8 വർഷം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ ആക്ട് എന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ബി പ്രിസർവ്ഡ്. തെറ്റടാ, പ്രിസർവ് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി പ്രിസർവ്ഡ് ഫോർ 8 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് CHE5. CHE5 ഇഷ്യൂ ചെയ്ത് 8 വർഷം മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ബിയിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി പ്രിസർവ്ഡ് പെർമനൻ്റ്ലി ഇൻ ദ സെയിം മാനർ. പെർമനൻ്റ്ലി അല്ല, 8 വർഷത്തേക്കാണ്. ഇറ്റ് മസ്റ്റ് ബി പ്രിസർവ്ഡ് ഫോർ 8 years ഫ്രം 15th May 2025. 15th Mayക്കുള്ള പ്രത്യേകത എന്താ? ഓക്കെ, രജിസ്റ്റർ ചെയ്ത ഡേറ്റ്, അത് ഫുൾ എമൗണ്ട് റീപേ ചെയ്ത ഡേറ്റ്. ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്പനി മേഡ് ഫുൾ ആൻഡ് ഫൈനൽ റീപേയ്മെന്റ്. ഫുൾ എമൗണ്ട് റീപേ ചെയ്ത ഡേറ്റ് ആണ് 15th May. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ? ഡി ആണ് ആൻസർ. കാരണം എന്താ? CHE5 കിട്ടിക്കഴിഞ്ഞ് 8 വർഷം നല്ല ആക്ട് പറയണേ. ഫുൾ എമൗണ്ട് റീപേ ചെയ്ത് കഴിഞ്ഞ് 8 വർഷം മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡി ആണ് ആൻസർ. 3 ആൻസർ കിട്ടിയില്ലേ? നിങ്ങൾ കേസ് സെനേറിയോ വായിക്കാൻ നിന്ന് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇപ്പോൾ 3 ആൻസർ കഴിഞ്ഞില്ലേ? ഇനി അടുത്ത ചോദ്യം. റോബസ്റ്റ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഇംപ്ലിമെന്റഡ് a policy requiring executive level employees to furnish a non-interest bearing security deposit not exceeding their annual salary under the contract of employment. Which of the following is correct? ഓക്കെ, ഈ കമ്പനിയുടെ ചില എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും എന്ത് മേടിക്കുന്നുണ്ട്? എംപ്ലോയ്മെൻറ്റിൻ്റെ ടേംസ് അനുസരിച്ച് അവരുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നോൺ ഇൻട്രസ്റ്റ് ബെയറിംഗ് ആണ്. കൂടാതെ ഈ എംപ്ലോയീസിന്റെ ആനുവൽ സാലറിയേക്കാൾ കുറവാണ് മേടിക്കുന്ന ഡെപ്പോസിറ്റ് എമൗണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഓക്കെ, എടാ ഡെപ്പോസിറ്റ്സിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് മുഴുവനായിട്ട് പറയാൻ പറ്റത്തില്ല, ക്ലാസ്സിൽ 4 മണിക്കൂർ എടുത്ത് പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവുകയാണ്. ഡെപ്പോസിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? സെക്ഷൻ 2 Clause 31. 2 Clause 31-നകത്താണ് ഡെപ്പോസിറ്റ്സിന്റെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. ഡെഫിനിഷൻ സെക്ഷൻ 2 Clause 31 മാത്രം നോക്കിയാൽ പോരാ. ഈ ചാപ്റ്ററിന് സബോർഡിനേറ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ റൂൾസ് ഉണ്ടടാ.
റൂൾസിനകത്ത് റൂൾ നമ്പർ 21C ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഡെപ്പോസിറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കമ്പനിയുടെ കയ്യിലേക്ക് വരുന്ന എല്ലാ റെസീപ്റ്റ്സും നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കും. അത് ഏത് സോഴ്സിലൂടെ വരുന്ന ഫണ്ടായാലും ശരി, എല്ലാം കമ്പനിയിലേക്ക് വരുന്ന എല്ലാ റെസീപ്റ്റ്സും ഡെപ്പോസിറ്റാണ്. എക്സെപ്റ്റ് റൂൾ 21Cക്കകത്ത് നമ്മുടെ കമ്പനിയിലേക്ക് വരാൻ സാധ്യതയുള്ള കുറേ റെസീപ്റ്റ്സിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഒരു 19 റെസീപ്റ്റ്സ് ഉണ്ട്. ആ റെസീപ്റ്റ്സ് കമ്പനിയിൽ വന്നാൽ അതൊന്നും ഡെപ്പോസിറ്റ് അല്ല. അപ്പൊ റൂൾ 21Cക്കകത്ത് പറഞ്ഞിരിക്കുന്ന റെസീപ്റ്റ്സ് ഒഴികെ വേറെ ഏത് ഫണ്ട് കമ്പനിയിൽ വന്നു കയറിയാലും വേറെ ഏത് ഫണ്ട് കമ്പനിയിൽ ഉണ്ടെങ്കിലും അതെല്ലാം ഡെപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കും. ഈ രീതിയിലാണ് ഡെഫിനിഷൻ. പ്രോപ്പറായിട്ട് പഠിക്കണമെങ്കിൽ സമയമെടുക്കും. ഓക്കെ, അപ്പൊ ഇതേ റൂളിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടടാ, നമ്മുടെ കമ്പനിയുടെ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നും എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അനുസരിച്ച് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേടിക്കുന്നു. ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നോൺ ഇൻട്രസ്റ്റ് ബെയറിംഗ് ആണെങ്കിൽ, നോൺ ഇൻട്രസ്റ്റ് ബെയറിംഗ് എന്ന് വെച്ചാൽ ഈ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കുന്ന രീതിയിലല്ല, വാങ്ങിച്ച പൈസ മാത്രം അതേപോലെ കൊടുക്കുന്ന രീതിയിലാണ്. കൂടാതെ ഈ എംപ്ലോയിയുടെ ആനുവൽ സാലറിയേക്കാൾ കുറവാണെങ്കിൽ, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മേടിക്കുന്ന പൈസ ഡെപ്പോസിറ്റ് അല്ല. ഇങ്ങനെയാണ് ഡെഫിനിഷൻ. ഓക്കെ, എംപ്ലോയിയുടെ നിന്ന് മേടിക്കുന്ന എന്തിനാ ആദ്യമേ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ ചില ആൾക്കാരെ ഈ എംപ്ലോയീസിനെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവരൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് സെറ്റായി കഴിയുമ്പം ഇവന്മാർ ഈ കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലോട്ട് പോകും. ഇത് ഒഴിവാക്കാനാണ് ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സ് മേടിച്ചു വെച്ചിരിക്കുന്നത്. ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സിനെ നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് കവർ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. കവർ ചെയ്യുന്നില്ല. കാരണം റൂൾ 21Cക്കകത്ത് ഈ റെസിപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അല്ല. പക്ഷെ രണ്ട് കണ്ടീഷൻ: ഇൻട്രസ്റ്റ് ബെയറിംഗ് ആയിരിക്കാൻ പാടില്ല, ആനുവൽ സാലറിയേക്കാൾ കുറവായിരിക്കണം മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കേസിൽ ഈ കമ്പനി എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്, പക്ഷേ ആനുവൽ സാലറിയേക്കാൾ കുറവുമാണ്, ഇൻട്രസ്റ്റ് ബെയറിംഗും അല്ല. അപ്പോൾ ഇതെന്തല്ല? ഡെപ്പോസിറ്റ് അല്ല എന്നാണ് ആൻസർ. നോക്കാമോ? സച്ച് ഡെപ്പോസിറ്റ്സ് ആർ ട്രീറ്റഡ് ആസ് ഡെപ്പോസിറ്റ്സ് അല്ല, തെറ്റാ. Such deposits are exempted from the definition of deposit since they are non-interest bearing, received from employees and do not exceed his annual salary. ഇത് ശരിയാ. പ്രൊഹിബിറ്റഡ് അണ്ടർ ഓൾ തെറ്റാ. സച്ച് ഡെപ്പോസിറ്റ്സ് പ്രയർ അപ്രൂവൽ ഓഫ് ROC അങ്ങനെയൊന്നുമില്ല കൂടാ. അപ്പം ബി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ബി. തെറ്റിയാ? ചമ്മിയാ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡി, നാലാമത്തെ ക്വസ്റ്റ്യൻ ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേടാ? നോക്കട്ടെ. മൂന്നാമത്തെ ചെയ്തല്ലോ. ബി ഡി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡി. ഓക്കെ, അത് തന്നെയാണ് ആൻസർ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മിനിറ്റേടാ, മൂന്നാമത്തത് ഞാൻ ഡി ആണോ? മൂന്നാമത്തത് ഡി. ഓക്കെ, ഫൈൻ, എല്ലാം ശരിയാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എവിടെ? ഓക്കെ, the quorum for EGM of Robust Builders and Developers Limited was constituted by members excluding proxies. Given that the company is a public company, what is the minimum quorum? Quorum എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 members, 5 members, 15 members? ഇവിടെ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടി വരും. കാരണം ക്വാറം എത്രയാണെന്ന് അറിയണമെങ്കിൽ ആ കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് അറിയണ്ടേ? പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കുഴപ്പമില്ല. പ്രൈവറ്റ് കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ആയാലും 2 മുതൽ 200 മെമ്പേഴ്സ് ആണല്ലോ മാക്സിമം. അപ്പം അതിനകത്ത് എത്ര മെമ്പേഴ്സ് ആയാലും 2 ക്വാറം. 2 പേരെങ്കിലും മീറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനിയുടെ ക്വാറം എങ്ങനെയാ? ക്വാറം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ അല്ലേ? ഇത്ര നമ്പർ ഓഫ് ആൾക്കാരെങ്കിലും മീറ്റിങ്ങിൻ്റെ അന്ന് രാവിലെ വന്നാൽ മാത്രമേ മീറ്റിംഗ് നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതാണ് ക്വാറം. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, പ്രൊവിഷൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ക്വാറം എന്ന് വെച്ചാൽ എന്താ? ഒരു കമ്പനിയിൽ ജനറൽ മീറ്റിംഗ് നടക്കുമ്പോൾ ആ കമ്പനിയിൽ എത്ര മെമ്പേഴ്സാണോ ഉള്ളത്, ആ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ ഇത്ര പേരെങ്കിലും മീറ്റിങ്ങിന് വന്നിരിക്കണം. ഇത്രയും പേരെങ്കിലും മീറ്റിങ്ങിന് വന്നാൽ മാത്രമേ നമുക്ക് ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ക്വാറം. ഓക്കെ, ഈ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് മീറ്റിങ്ങിൻ്റെ സമയം എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അപ്പം മുതൽ അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത്രയും പേരെങ്കിലും അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ആക്ടിനകത്ത് പറയുന്നത്
ക്വാറം എത്രയാ ക്വാറം പറഞ്ഞിരിക്കണേ? സെക്ഷൻ 103 ആണേ. എത്രയാ ക്വാറം? പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ മിനിമം 2 മെമ്പേഴ്സും മാക്സിമം 200 മെമ്പേഴ്സും ആണ് അല്ലേ? എത്ര മെമ്പേഴ്സ് ഉള്ള കമ്പനി ആയാലും ശരി, മീറ്റിംഗ് നടക്കുമ്പോൾ മിനിമം 2 പേരെങ്കിലും വന്നിരിക്കണം. 2 ക്വാറം. ഓക്കെ. ഇനി പബ്ലിക് കമ്പനി ആണെങ്കിലോ, പബ്ലിക് കമ്പനിയിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഒന്നും ഇല്ല, അൺലിമിറ്റഡാ, ഇഷ്ടം പോലെ മെമ്പേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് പബ്ലിക് കമ്പനികളെ നമ്മളിവിടെ 3 ക്ലാസിഫൈ ചെയ്യും. ഓക്കെ. എൻ്റെ പബ്ലിക് കമ്പനിയിൽ 7 മുതൽ 1000 മെമ്പേഴ്സ് വരെയാണ് ഉള്ളതെങ്കിൽ ആ കമ്പനി ജനറൽ മീറ്റിംഗ് നടത്തുമ്പോൾ 5 ക്വാറം. 1001 മുതൽ 5000 മെമ്പേഴ്സ് വരെയുള്ള പബ്ലിക് കമ്പനി ആണെങ്കിൽ ആ കമ്പനി ജനറൽ മീറ്റിംഗ് നടത്തുമ്പോൾ 15 ക്വാറം. ഓക്കെ. 5000-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള പബ്ലിക് കമ്പനി ആണെങ്കിൽ ആ കമ്പനി ജനറൽ മീറ്റിംഗ് നടത്തുമ്പോൾ 30 പേരെങ്കിലും മീറ്റിങ്ങിന് വന്നിരിക്കണം. 30 ക്വാറം. ഓക്കെ. മീറ്റിംഗ് രാവിലെ 11 മണിക്കാണെങ്കിൽ 11:30 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അരമണിക്കൂറിനുള്ളിൽ ഇത്രയും ആളുകൾ വന്നിരിക്കണം. വന്നില്ലെങ്കിലോ ആ മീറ്റിംഗ് ഓട്ടോമാറ്റിക്കലി അടുത്ത ആഴ്ച അതേ ദിവസം അതേ സമയത്തേക്ക് അഡ്ജേൺഡ് ആവും, അഥവാ പോസ്റ്റ്പോൺഡ് ആക്കിയിട്ട് നടത്തും. ഓക്കെണോ? ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അടുത്ത ആഴ്ച എന്നുള്ളതിന് പകരം ഒരു ഡേറ്റ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്താൽ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫിക്സ് ചെയ്യുന്ന ഡേറ്റിലേക്ക് അഡ്ജേൺഡ് ആവും. അല്ലാത്ത പക്ഷം ഓട്ടോമാറ്റിക്കലി അടുത്ത ആഴ്ച അതേ ദിവസം അതേ സമയത്തേക്ക് അഡ്ജേൺഡ് മീറ്റിംഗ് നടക്കും. ആ മീറ്റിങ്ങിനെങ്കിലും ക്വാറം വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇതാണ് പോയിന്റ്സ്. പ്രൊവിഷൻസ് മുഴുവനായിട്ടില്ല, കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഈ കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം. അതിനി മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കണോ? ഇങ്ങനെ പരിധി നോക്കാം നമുക്ക്. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. നിങ്ങൾ കാണുന്നുണ്ടോ നമ്പർ ഓഫ് മെമ്പേഴ്സ്? കിട്ടി. ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് EGM ദ കമ്പനി ഹാഡ് 640 മെമ്പേഴ്സ്. 640 മെമ്പേഴ്സാ. 640 മെമ്പേഴ്സ് ആണെങ്കിൽ ക്വാറം എത്രയടാ? 5 അല്ലേ ക്വാറം അല്ലേ? അപ്പോൾ ആൻസർ എത്രയാ? 5 മെമ്പേഴ്സ് പേഴ്സണലി പ്രസന്റ്. ക്വാറം കൗണ്ട് ചെയ്യുമ്പോൾ പ്രോക്സീസ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ക്വാറത്തിനകത്ത് കൂട്ടത്തില്ല കേട്ടോ. അതറിയാമെന്ന് വിശ്വസിക്കുന്നു. പ്രോക്സി പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ബി ആണ് ആൻസർ. 5th ക്വസ്റ്റ്യൻ ബി ആണോ എന്ന് നോക്കാം. 5th ക്വസ്റ്റ്യനും ബി ആണ് ആൻസർ. ഓക്കെ. കഴിഞ്ഞ കേസ് സെനേറിയോ 1 നമ്മളെ കേസ് സെനേറിയോ പോലും വായിച്ചിട്ടില്ല. വായിക്കാതെയാണ് എല്ലാ ആൻസറും എഴുതി. അപ്പോൾ പ്രൊവിഷൻ അറിയാമെങ്കിൽ കേസ് സെനേറിയോ വായിക്കണ്ട, അതാണ് അർത്ഥം. 6ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നോക്കാമേ. അസ്യൂം ദാറ്റ് ഓൺ 27th June 2025 ഡേറ്റ് ഓഫ് EGM നടക്കുന്ന 27-ാം തീയതിയാണ്. ഫ്യൂവർ മെമ്പേഴ്സ് ദാൻ ദ റിക്വയർഡ് ക്വാറം വാസ് പ്രസന്റ് at the scheduled time of 11 AM. Under the Companies Act, what is the correct legal position? ക്വാറം വന്നില്ല പറഞ്ഞല്ലോ. ക്വാറം വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത ആഴ്ച അതേ ദിവസത്തേക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജേൺഡ് ആവും അല്ലേ? നോക്കട്ടെ ആൻസേഴ്സ് എന്താണെന്ന്. ദ മീറ്റിംഗ് ഷാൽ ക്യാൻസൽഡ്. തെറ്റ്. ദ മീറ്റിംഗ് ഷാൽ സ്റ്റാൻഡ് അഡ്ജേൺഡ് ടു ദ സെയിം ഡേ നെക്സ്റ്റ് വീക്ക് അറ്റ് ദ സെയിം ടൈം and if the quorum is still not present within half an hour from the date appointed for that meeting, the members actually present okay, ഇത് ശരിയാ. ചെയർമാൻ തെറ്റ്, പ്രോക്സിന് തെറ്റ്, പ്രോക്സി അല്ല പറ്റൂല, എല്ലാം തെറ്റ്. അപ്പോൾ 2ാമത്തത് മാത്രമാണ് ശരി. കാരണം അടുത്ത ആഴ്ച അതേ ദിവസത്തേക്ക് ഓട്ടോമാറ്റിക്കായി അഡ്ജേൺഡ് ആവും. പിന്നെ കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇനി അടുത്ത ആഴ്ച നമ്മൾ മാറ്റി വയ്ക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? അന്നെങ്കിലും ക്വാറം വരാൻ വേണ്ടിയിട്ടല്ലേ. അന്നും മറ്റേ അഡ്ജേൺഡ് മീറ്റിങ്ങിനും ക്വാറം വന്നിട്ടില്ലെങ്കിലോ സൂപ്പർ കമ്പനിയാ. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? എത്ര മെമ്പേഴ്സ് വന്നിട്ടുണ്ടോ ആ വന്നവരെ നമ്മൾ ക്വാറമായിട്ട് കണക്കാക്കും. നോട്ട് ബീയിങ് ലെസ് ദാൻ 2. മിനിമം 2 പേരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ 2 പേരെ നമ്മൾ ക്വാറമായിട്ട് കണ്ട് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ബി ആണ് ആൻസർ. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. 6th ക്വസ്റ്റ്യൻ ബി. സിമ്പിളായിട്ട് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. 6 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2ാമത്തെ കേസ് സെനേറിയോ. ഇവിടെയും നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. Considering the voting results at the first meetings, what would be the legal position of the proposed compromise and arrangement? Okay, compromise and arrangementുമായിട്ട് ബന്ധപ്പെട്ട കേസ് സെനേറിയോ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോട്ടെ.
ട്രിബ്യൂണൽ സാങ്ഷൻ ദ സ്കീം വെൻ ദ LLP ഫെയിൽഡ് ടു ഡിസ്ക്ലോസ് ദ പെൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡിങ്സ്. ഓക്കെ, LLPയുടെ കേസിലാണ്. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ട്രിബ്യൂണൽ സാങ്ഷൻ ദ സ്കീം ഓൺ 1st August 2026 ബട്ട് ദ LLP ഫയൽ ദ ഓർഡർ വിത്ത് ദ രജിസ്ട്രാർ ഓൺ 20th September. 1st Augustന് സ്കീം സാങ്ഷൻ ചെയ്തു. ആ ഓർഡറിൻ്റെ കോപ്പി 20-ാം തീയതി ഫയൽ ചെയ്തു, സെപ്റ്റംബർ 20-ാം തീയതി. വാട്ട് പവർ ഡസ് ദ ട്രിബ്യൂണൽ പ്രോസസ് റിഗാർഡിംഗ് ദ സപ്ലയേഴ്സ് റിക്കവറി സൂട്ട്? ഏതോ സപ്ലയർ റിക്കവറി സൂട്ടും കമ്പനിക്കെതിരായിട്ട് ഫയൽ ചെയ്തു ഓൺ പെൻഡൻസി ഓഫ് കോംപ്രമൈസ് പ്രൊസീഡിങ്സ്. ഓക്കെ, എടാ ഈ ക്വസ്റ്റ്യൻ 4 കോംപ്രമൈസസ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്, LLP ആക്ടിനകത്തുള്ളതാണ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇവിടെ നമുക്ക് പാളിപ്പോയി. നമുക്ക് എന്തായാലും ഇവിടെ കേസ് സെനേറിയോ വായിച്ചാലേ പറ്റത്തുള്ളൂ. പക്ഷെ അത് വായിക്കുന്നതിന് മുന്നേ ഞാൻ കോംപ്രമൈസ് അറേഞ്ച്മെന്റ് പരിപാടിയെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം. ഓക്കെ എടാ, കോംപ്രമൈസസ് ആൻഡ് അറേഞ്ച്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു LLP, ഈ LLP ഇപ്പോൾ നഷ്ടത്തിൽ നിൽക്കുവാണെന്ന് വെച്ചോ, പെട്ട് നിൽക്കുവാണ്. ക്രെഡിറ്റേഴ്സിൻ്റെ ഒരുപാട് കടം മേടിച്ചിട്ടുണ്ട്, പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അങ്ങനെ മൊത്തത്തിലൊരു LLP പെട്ട് നിൽക്കുന്ന സമയം. ഓക്കെ, അങ്ങനെ പെട്ട് നിൽക്കുന്ന സമയം നമ്മൾ യൂഷ്വലി എന്താ ചെയ്യണേ? ഈ LLP നമ്മൾ വൈൻഡപ്പ് ചെയ്ത് കളയുമോ? LLP ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, ഒരു അവസ്ഥ വന്ന് നിൽക്കുമ്പോൾ അതിനെ വൈൻഡപ്പ് ചെയ്ത് കളയുകയാണോ ചെയ്യണേ? അല്ല, എങ്ങനെയെങ്കിലും അതിനെ തിരിച്ച് ഗ്രോത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയല്ലേ ചെയ്യണേ? ഈ കോംപ്രമൈസ് അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ LLPക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? LLPയുടെ ക്രെഡിറ്റേഴ്സിനോടും LLPയുടെ പാർട്ട്നേഴ്സിനോടും ചെന്നിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും തിരിച്ച് മുകളിലേക്ക് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരോട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. എന്ന് വെച്ചാൽ ഇപ്പം മേ ബി ക്രെഡിറ്റേഴ്സിനോട് പോയിട്ട് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും: നിങ്ങൾക്ക് തരാനുള്ള പൈസ നിങ്ങൾ കുറച്ചൊന്ന് സെറ്റിൽ ചെയ്യണം, ആ രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നത് നിങ്ങൾ തന്ന കാശ്, നിങ്ങൾ പാർട്ട്നേഴ്സ് കാശ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുമല്ലേ, അത് കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് റിട്ടേൺ ഒന്നും തരുന്നില്ല, റിട്ടേൺ കുറച്ച് നാൾ കോംപ്രമൈസ് ചെയ്യണം. ഈ രീതിയിൽ LLP പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യും. ക്രെഡിറ്റേഴ്സും പാർട്ട്നേഴ്സും അവരുടെ സമ്മതത്തോടു കൂടി ഇവരൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യും, തിരിച്ചു വരാനുള്ള പ്ലാൻ. അതിനെ റിവൈവൽ പ്ലാൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് പ്ലാൻ എന്ന് വിളിക്കും. ഓക്കെ, ഇങ്ങനെ ക്രെഡിറ്റേഴ്സിൻ്റെയും പാർട്ട്നേഴ്സിൻ്റെയും അനുവാദത്തോടു കൂടി ഈ ക്രെഡിറ്റേഴ്സും പാർട്ട്നേഴ്സും LLPക്ക് വേണ്ടിയിട്ട് അവർക്ക് കിട്ടാനുള്ള കാശ് ഒന്ന് സാക്രിഫൈസ് ചെയ്യുന്നു. സാക്രിഫൈസ് ചെയ്തിട്ട് അതിനെ വളർത്തിയെടുക്കാനായിട്ട് അവർ സഹായിക്കുന്നു. ഇതാണ് കോംപ്രമൈസിൻ്റെ പരിപാടി. ഓക്കെ, ക്രെഡിറ്റേഴ്സിൻ്റെയും പാർട്ട്നേഴ്സിൻ്റെയും സാക്രിഫൈസോടുകൂടി നമ്മൾ വളർന്ന് തിരിച്ച് ഗ്രോത്തിലേക്ക് എത്തുന്നു. ഇതാണ് പരിപാടി. എടാ, ഞാൻ ചുരുക്കി പറയുവാണേ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുപാട് സമയമെടുത്ത് പറയേണ്ട ടോപ്പിക്കാണ്, ഞാൻ ചുരുക്കി പറയുക. ഓക്കെ, അപ്പോൾ ഇതിന് തോന്നിയതുപോലെ ഈ LLPക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. ഈ കോംപ്രമൈസ് അറേഞ്ച്മെൻറ്റ് ക്രെഡിറ്റേഴ്സുമായിട്ടും പാർട്ട്നേഴ്സുമായിട്ടും എൻ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ നടപടിയുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഈ LLP റിവൈവ് ചെയ്ത് വരാനുള്ള പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇവർ ആദ്യം NCLTയിൽ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം, പെറ്റീഷൻ ഫയൽ ചെയ്യണം. കേൾക്കുന്നുണ്ടോ? അപ്പോൾ NCLT ആ പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ NCLT പറയുന്ന രീതിയിൽ NCLTയുടെ സൂപ്പർവിഷനിലുള്ളിൽ നിന്നുകൊണ്ട് ഈ LLPയുടെ പാർട്ട്നേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കണം. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെയും മീറ്റിംഗ് വിളിക്കണം, സെപ്പറേറ്റ് മീറ്റിംഗ് വിളിക്കണം. എന്നിട്ട് ഈ മീറ്റിംഗ്സിൽ ഇവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന റെസൊല്യൂഷൻ പ്ലാൻ ഇല്ലേ, ഈ റെസൊല്യൂഷൻ പ്ലാനിനെ കുറിച്ച് മെമ്പേഴ്സുമായിട്ടും പാർട്ട്നേഴ്സുമായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് പാർട്ട്നേഴ്സിൻ്റെ മീറ്റിങ്ങിലും പാർട്ട്നേഴ്സിൻ്റെ മീറ്റിങ്ങിലും ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങിലും ഈ പ്ലാനിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തി അവരുടെ അപ്രൂവൽ എടുക്കണം. ഈ മീറ്റിംഗ് എല്ലാം NCLTയുടെ സൂപ്പർവിഷനിലാണ് നടക്കുന്നത്. ഓക്കെ, എത്ര പേരുടെ അപ്രൂവൽ എടുക്കണം? മെജോറിറ്റി ഇൻ നമ്പർ റെപ്രസെൻറ്റിംഗ് 3/4 ഇൻ വാല്യൂ. രണ്ട് കേസിലും സെയിം ആണേ. മെജോറിറ്റി ഇൻ നമ്പർ റെപ്രസെൻറ്റിംഗ് 3/4 ഇൻ വാല്യൂ. ഇത്രയും ആളുകളുടെ അപ്രൂവൽ ആ സ്കീമിന് വേണ്ടിയിട്ട് എടുക്കണം.
ഓക്കെ ആണോ? അപ്പോൾ ആദ്യം പാർട്ട്നേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കുന്നു, അവിടെ റിവൈവൽ പ്ലാൻ, അവരെന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാൻ അവരെ സബ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ മെജോറിറ്റി നമ്പർ റെപ്രസെന്റിങ് 3/4 പെർമിഷൻ എടുക്കുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കുന്നു, എന്നിട്ട് അവിടെയും റെസൊല്യൂഷൻ പ്ലാൻ, അവരെന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവരെ പ്ലാൻ വെച്ച് അറിയിക്കുന്നു. ആ പ്ലാനിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തി അവരുടെയും മെജോറിറ്റി നമ്പർ റെപ്രസെന്റിങ് 3/4 വാല്യൂവിന്റെ പെർമിഷൻ എടുക്കണം. ഓക്കെ, അവിടെ മെജോറിറ്റി നമ്പർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ? ഇപ്പൊ 100 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, 100 വേണ്ട എന്നാലും ഇരുന്നോട്ടെ, 100 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അത് അത്രയും വേണ്ട, കൂടിപ്പോയി. ഒരു 5 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. 5ന്റെ മെജോറിറ്റി എത്രയാ? 3 അല്ലേ? 5 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 3 പാർട്ട്നേഴ്സ് സമ്മതിക്കണം. റെപ്രസെന്റിങ് 3/4 വാല്യൂ എന്ന് വെച്ചാൽ ഈ സമ്മതം തന്ന പാർട്ട്നേഴ്സ് ഇല്ലേ, അവരെത്ര കാശ് കോൺട്രിബ്യൂട്ട് ചെയ്തവരാണെന്നും കൂടെ നോക്കും. ടോട്ടൽ കോൺട്രിബ്യൂഷന്റെ 3/4 കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇവരായിരിക്കണം. ഇവരുടെ കയ്യിൽ 3/4 കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെയും കൂടെ സമ്മതം എടുത്ത് 3/4 വാല്യൂ എത്തിക്കണം, അല്ലെങ്കിൽ അടുത്ത പാർട്ട്ണറിനെയും കൂടെ എടുത്ത് 3/4 വാല്യൂ ഉണ്ടായിരിക്കണം. അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത ആളായിരിക്കണം. അതേപോലെ തന്നെയാണ് ക്രെഡിറ്റേഴ്സിന്റെ കേസ്. 10 ക്രെഡിറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, മെജോറിറ്റി എത്രയാ? 6 ക്രെഡിറ്റേഴ്സിന്റെ സമ്മതം വേണം. കൂടാതെ 3/4 വാല്യൂ എന്ന് വെച്ചാൽ കമ്പനിയുടെ മൊത്തം ഡെറ്റിന്റെ 3/4 തന്നത് ഇവരായിരിക്കണം. മൊത്തത്തിൽ 1 കോടി രൂപ കടമുണ്ടെങ്കിൽ 75 ലക്ഷം രൂപ തന്നത് ഈ 6 പേരായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ക്രെഡിറ്റിൻ്റെയും കൂടെ പെർമിഷൻ എടുത്ത് 3/4 എത്തിക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പേരുടെ പെർമിഷൻ എടുത്ത ശേഷം ഈ അപ്രൂവ് ചെയ്ത റെസൊല്യൂഷൻ പ്ലാനുമായിട്ട് LLP വീണ്ടും എവിടെ ചെല്ലണം? NCLTയിൽ ചെല്ലണം. ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ പെർമിഷൻ എടുത്തു, ക്രെഡിറ്റേഴ്സിൻ്റെ പെർമിഷൻ എടുത്തു, എന്നിട്ട് ഈ അപ്രൂവ് ചെയ്ത പ്ലാനുമായിട്ട് വീണ്ടും NCLTയിലേക്ക് ചെന്നു. NCLTയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ NCLTയും ആ പ്ലാൻ പഠിക്കും, എന്നിട്ട് ആ പ്ലാൻ അപ്രൂവ് ചെയ്യും. ഓക്കേണാ? പ്ലാന് NCLTയും കൂടെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നിർബന്ധമായിട്ടും ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, ആ പ്ലാൻ NCLT അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് LLPക്ക് ബാധകമാണ്. LLPയുടെ പാർട്ട്നേഴ്സിന് ബൈൻഡിങ് ആണ്, ക്രെഡിറ്റേഴ്സിന് ബൈൻഡിങ് ആണ്, എല്ലാവർക്കും ബൈൻഡിങ് ആണ്. ആ റിവൈവൽ പ്ലാനിനകത്ത് എന്ത് കോംപ്രമൈസ് ആണോ പറഞ്ഞിരിക്കുന്നത് അത് പിന്നീട് അങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, LLP റിവൈവ് ചെയ്ത് മുകളിലേക്ക് വരുന്നു. ചുരുക്കി പറഞ്ഞതാണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ സംശയം ചോദിക്കാം. ഓക്കെ ഓക്കെ ഇനി ഇപ്പോൾ വായിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിൽ ഓക്കെ. പിന്നെ എടാ NCLT ഇവിടെ അപ്രൂവൽ തരണമെങ്കിലേ ഒരു കണ്ടീഷൻ ഉണ്ടടാ. LLPയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും NCLTക്ക് കൊടുക്കണം. ഇൻക്ലൂഡിങ് LLPക്കെതിരായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുവാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ സഹിതം NCLTക്ക് കൊടുക്കണം. എന്നാലേ അപ്രൂവൽ തരത്തുള്ളൂ. ഓക്കെ, മാത്രമല്ല ഈ പറഞ്ഞ കോംപ്രമൈസിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്തെ NCLT മൊറട്ടോറിയം ഡിക്ലെയർ ചെയ്യും. മൊറട്ടോറിയം എന്ന് വെച്ചാൽ എന്താ? ഈ പരിപാടി എന്താ, ഇത് എന്തിനാ ഇതൊക്കെ ചെയ്യണേ? നമ്മുടെ LLP എങ്ങനെയെങ്കിലും റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ, അല്ലേ? ആ സമയത്ത് മൊറട്ടോറിയം എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ സമയം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും റിവൈവ് ചെയ്ത് വരാനായിട്ട് നോക്കുന്ന സമയത്ത് പുതിയ ഒരാളുകളും ഈ LLPക്കെതിരായിട്ട് സ്യൂട്ട്സ് ഫയൽ ചെയ്യാൻ പറ്റൂല, കേസസുമായിട്ട് വരാൻ പറ്റൂല. അങ്ങനെ പുതിയ കേസ് വല്ലതും ഉണ്ടെങ്കിൽ NCLT അത് തടഞ്ഞു വയ്ക്കും. മാത്രമല്ല പെൻഡിങ് കേസസ് വല്ലതും LLPക്കെതിരായിട്ടുണ്ടെങ്കിൽ അതും നിർത്തിവെക്കും. ഇതാണ് മൊറട്ടോറിയം പീരീഡ്. ഈ റിവൈവൽ പ്ലാൻ മൊത്തം ചെയ്ത് കഴിയുന്നത് വരെ. എടാ നമ്മൾ എങ്ങനെയെങ്കിലും റിവൈവ് ചെയ്ത് വരാൻ പോവല്ലേ, നിങ്ങൾ ഇത്തിരി സമയം താ, അതാണ് ഉദ്ദേശം. ഓക്കെയാണോ? അപ്പോൾ പുതിയ കേസസ് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് നിൽക്കത്തില്ല. NCLT മൊറട്ടോറിയം പീരീഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രയും മതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കൊന്ന് പോകാം, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കേസ് സെനേറിയോയിലോട്ട് പോകാം. Considering the voting rights at the first meetings, what would be the legal position of the proposed compromise and arrangement? Okay, voting results. Voting right അല്ല, voting results. ഇവിടെ ഈ കേസിൽ വോട്ടിംഗ് നടത്തിയപ്പോൾ എത്ര പേര് സമ്മതിച്ചു? ക്രെഡിറ്റേഴ്സ് 78% ആളുകൾ സമ്മതിച്ചു, പാർട്ട്നേഴ്സ് 74%. മെജോറിറ്റി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്തോ. മെജോറിറ്റി നമ്പർ പറഞ്ഞിട്ടില്ല. പക്ഷെ 3/4 വാല്യൂ ഇല്ലല്ലോ. ക്രെഡിറ്റേഴ്സിൻ്റെത് ഓക്കെ, പക്ഷെ പാർട്ട്നേഴ്സ് 3/4 സമ്മതിച്ചിട്ടില്ല, 74 സമ്മതിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നോക്കാം. ഇറ്റ് വുഡ് ബി ഓട്ടോമാറ്റിക്കലി ബൈൻഡിങ് വിത്തൗട്ട് ട്രിബ്യൂണൽസ് അപ്രൂവൽ. തെറ്റടാ. ഇറ്റ് വുഡ് ബി അപ്രൂവ്ഡ് ബിക്കോസ് ബോത്ത് ക്രെഡിറ്റേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് ഹാവ് അപ്രൂവ്ഡ് ഇറ്റ്
ബൈ എ സിമ്പിൾ മെജോറിറ്റി. തെറ്റ്. ഇറ്റ് വുഡ് ഫെയിൽ ബിക്കോസ് ക്രെഡിറ്റേഴ്സ് ഡിഡ് നോട്ട് അപ്രൂവ് ഇറ്റ് ബൈ 80%. തെറ്റ്. 80% വേണ്ടല്ലോ, 75% അല്ലേ. 3/4 എന്ന് വെച്ചാൽ 75 അല്ലേടാ. ഇറ്റ് വുഡ് ഫെയിൽ ബിക്കോസ് പാർട്ട്നേഴ്സ് റെപ്രസെൻറ്റിംഗ് ഓൺലി 74%. വേണ്ട, പാർട്ട്നേഴ്സ് 3/4 വേണ്ടേ? ഇല്ല, 74 സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം, 7D. ഓക്കെ, കറക്റ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം. Can the tribunal sanction the scheme when the LLP failed to disclose the pending investigation proceedings? പറ്റൂലല്ലോ. ഈ LLPക്ക് എതിരായിട്ട് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡിങ്സ് ഉണ്ട്, അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ സമ്മതിക്കില്ലല്ലോ അല്ലേ. ക്യാൻ ദ ട്രിബ്യൂണൽ സാങ്ഷൻ ദ സ്കീം? യെസ്. തെറ്റ്. നോ, അൺലെസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഇൻക്ലൂഡിംഗ് പെൻഡിങ് ഇൻവെസ്റ്റിഗേഷൻസ് ആർ ഡിസ്ക്ലോസ് ചെയ്ത്. ഇത് ശരിയാ. യെസ് ഇഫ് ക്രെഡിറ്റേഴ്സ് അപ്രൂവ്. ഇല്ല. നോ, ബിക്കോസ് കോംപ്രമൈസ് ഈസ് നോട്ട് പെർമിറ്റഡ് വെൻ. ഇല്ല, തെറ്റ്. അപ്പോൾ ബി ആണ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണോ? യെസ്, ബി ആണ് ആൻസർ. പറഞ്ഞല്ലോ, പെൻഡിങ് കേസസ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം NCLTയിൽ, എന്നാലേ അപ്രൂവൽ തരത്തുള്ളൂ. ഇവിടെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ട് അപ്രൂവൽ കിട്ടത്തില്ല. ഒമ്പതാമത്തെ ചോദ്യം. ദ ട്രിബ്യൂണൽ സാങ്ഷൻഡ് ദ സ്കീം ഓൺ 1st August 2026, ബട്ട് ദ LLP ഫയൽഡ് ദ ഓർഡർ വിത്ത് ദ രജിസ്ട്രാർ ഓൺ 20th September. അത് ഞാൻ പറയാൻ വിട്ട പോയിന്റാ. എടാ, ഇവിടെ ഫൈനലി ട്രിബ്യൂണൽ ഈ റെസൊല്യൂഷൻ പ്ലാനിന് അപ്രൂവൽ തരത്തില്ലേ? ഈ അപ്രൂവൽ ഓർഡർ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലോട്ട് അയച്ചു തരും. ഈ അപ്രൂവൽ ഓർഡർ രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ കമ്പനി, അത് നമ്മൾ ജനറലി കമ്പനീസ് ആക്ടിലായാലും LLPക്കായാലും എപ്പോഴും പഠിക്കുന്നതാ, ട്രിബ്യൂണൽ നമ്മുടെ കമ്പനിയോ LLPയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ഓർഡർ പാസ്സാക്കി അയച്ചു തന്നാലും 30 ദിവസത്തിനുള്ളിൽ അത് ROCയിൽ ഫയൽ ചെയ്യണം. ഓക്കെ, ഇവിടെ 1-ാം തീയതി ഓർഡർ പാസ്സായി, പ്ലാൻ സാങ്ഷൻ ചെയ്തു, സ്കീം സാങ്ഷൻ കിട്ടി. അത് ഫയൽ ചെയ്തത് September 20-ാം തീയതിയാണ്. 30 ദിവസം കഴിഞ്ഞില്ലേടാ? കഴിഞ്ഞു. ഓക്കെ, വാട്ട് വാസ് ദ ലാസ്റ്റ് ഡേറ്റ് ബൈ വിച്ച് ദ ഓർഡർ ഷുഡ് ഹാവ് ബീൻ ഫയൽഡ്? ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നായിരുന്നു എന്നാണ് പറയുന്നത്. 1st August ഓർഡർ കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം അല്ലേ. 1st August അങ്ങോട്ട് 30 ദിവസം എന്ന് വെച്ചാൽ ജനറൽ ക്ലോസസ് ആക്ട് പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സീരീസ് ഓഫ് ഡേയ്സ് തന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ദിവസം എക്സ്ക്ലൂഡ് ചെയ്യണം, അവസാനത്തെ ദിവസം ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ ഡേയ്സ് കൗണ്ട് ചെയ്യണേ. അപ്പോൾ 1st August ഓർഡർ വന്നതെങ്കിൽ ഈ 1-ാം തീയതി നമ്മൾ കൂട്ടൂല. അപ്പോൾ 30 ദിവസം കൗണ്ട് ചെയ്യുമ്പോൾ എന്ന് മുതൽ കൗണ്ട് ചെയ്യും? 2-ാം തീയതി മുതൽ കൗണ്ട് ചെയ്യും. കൗണ്ട് ചെയ്താലാ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 10 ദിവസമായി. 11-ാം തീയതി ആയപ്പോൾ 10 ദിവസം. 12, 13, 14, 15, 16, 17, 18, 19, 21 ആയപ്പം 20 ദിവസമായി. 22, 23, 24, 27, 28, 29, 30, 31 ആയപ്പോൾ 30 ദിവസം. അപ്പോൾ എന്നാ ഫയൽ ചെയ്യണ്ടേ? ഓഗസ്റ്റ് 31 ആൻസർ. സി, 9C. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് പവർ ഡസ് ദ ട്രിബ്യൂണൽ പൊസസ് റിഗാർഡിംഗ് സപ്ലയേഴ്സ് റിക്കവറി സ്യൂട്ട്? ഏതോ ഒരു സപ്ലയർ സ്യൂട്ട് ഫയൽ ചെയ്തു ഡ്യൂറിംഗ് ദ പെൻഡൻസി ഓഫ് കോംപ്രമൈസ്. കോംപ്രമൈസ് പെൻഡിൽ നിൽക്കുന്ന സമയത്ത് ഏതോ സപ്ലയർ കേസ് ഫയൽ ചെയ്തു. The tribunal may stay the commencement or continuation of any suit proceeding against the LLP until disposal of the application. The tribunal has no power to interfere. തെറ്റ്. The tribunal may permanently dismiss all suits. പെർമനൻ്റ്ലി ഡിസ്മിസ് എന്നല്ല, ഞാൻ പറഞ്ഞില്ലേ, താൽക്കാലികമായിട്ട് വേണ്ട എന്നുള്ളതേ ഉള്ളൂ, പെർമനൻ്റ്ലി ഡിസ്മിസ് ചെയ്യത്തില്ല. തെറ്റ്. ദ ട്രിബ്യൂണൽ മേ ട്രാൻസ്ഫർ ദ സ്യൂട്ട് ടു ആർബിട്രേഷൻ. ചുമ്മാ പോടാ, തെറ്റ്. ആദ്യത്തതാണ് ശരി. വേണമെങ്കിൽ ട്രിബ്യൂണൽ ഇങ്ങനെയുള്ള കേസസ് ഒക്കെ വരുവാണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കാം. അതാണ് ശരി. 10A. ഓക്കെ ഓക്കെ. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളുടെ RTPക്ക് അകത്തുള്ള 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എടാ, ഈ 11-ാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റഡ് കമ്പനിയുടെ ഡെഫിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ ലിസ്റ്റഡ് കമ്പനി എന്താണെന്ന് ഒന്ന് പഠിക്കാം. ഓക്കെ, ലിസ്റ്റഡ് കമ്പനിയെ കുറിച്ച് എവിടെയാടാ പറഞ്ഞിരിക്കണേ? കമ്പനീസ് ആക്ടിൽ പ്രിലിമിനറി ചാപ്റ്റർ, അതായത് ഡെഫിനിഷൻസ് തന്നിരിക്കുന്ന ചാപ്റ്റർ, അതിനകത്ത് സെക്ഷൻ 2 ക്ലോസ് 52, 2 ക്ലോസ് 52-നകത്താണ് ലിസ്റ്റഡ് കമ്പനിയുടെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, എന്താ ഡെഫിനിഷൻ? ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ലിസ്റ്റഡ് കമ്പനി. ഓക്കെ, 2 ക്ലോസ് 52-ൽ അത്രയേ ഉള്ളൂ ഡെഫിനിഷൻ.
ഓക്കെ, പക്ഷേ നമ്മൾ ഈ ലിസ്റ്റഡ് കമ്പനി എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സെക്ഷൻ മാത്രം നോക്കിയാൽ പോരാ. ഈ പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്ററിന് ഗവൺമെന്റ് സബോർഡിനേറ്റ് ആയിട്ട് റൂൾസ് ഇറക്കിയിട്ടുണ്ട്. എന്താ പ്രിലിമിനറി ചാപ്റ്ററിന്റെ സബോർഡിനേറ്റ് റൂള്? കമ്പനീസ് സ്പെസിഫിക്കേഷൻ ഓഫ് ഡെഫിനിഷൻസ് ഡീറ്റെയിൽസ് റൂൾസ്. ആ റൂൾസിനകത്ത് റൂൾ നമ്പർ 2A, ഈ റൂൾ നമ്പർ 2Aക്കകത്ത് കുറച്ച് എക്സ്ട്രാ എക്സ്പ്ലനേഷൻസ് തന്നിട്ടുണ്ടടാ. അതും കൂടെ ചേർത്ത് വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലിസ്റ്റഡ് കമ്പനി എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഈ റൂള് പ്രകാരം ഈ പറയാൻ പോകുന്ന കമ്പനികളൊന്നും ലിസ്റ്റഡ് കമ്പനി അല്ല. ഓക്കെ, ഏതൊക്കെ കമ്പനിയാ പറഞ്ഞോട്ടെ? ഒന്ന്, ഒരു പബ്ലിക് കമ്പനി. ഓക്കെ, ഈ പബ്ലിക് കമ്പനി ഞാൻ ചുവപ്പിൽ വരച്ചിരിക്കുന്നത് ലിസ്റ്റഡ് കമ്പനി അല്ല കേട്ടോ, ഒരു പബ്ലിക് കമ്പനി. ഈ പബ്ലിക് കമ്പനി അവരുടെ ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ നോൺ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡെറ്റ് സെക്യൂരിറ്റീസും നോൺ കൺവേർട്ടബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നോൺ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡിബഞ്ചേഴ്സും നോൺ കൺവേർട്ടബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പം എങ്ങനെ ലിസ്റ്റ് ചെയ്തു? ഇവർ ഈ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ ആളുകൾക്ക് ഇഷ്യൂ ചെയ്തിട്ട്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണെന്ന് അറിയാലോ അല്ലേ? പബ്ലിക്കിനകത്തുനിന്ന് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ട് ആ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഈ സെക്യൂരിറ്റി കൊടുക്കുക. അങ്ങനെ പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസും ഇഷ്യൂ ചെയ്തിട്ട് ആ സെക്യൂരിറ്റീസ് മാത്രമേ അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെയാണോ? ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്യാതെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസും പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസിൽ ഇഷ്യൂ ചെയ്തിട്ട് അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ ആ കമ്പനിയെ നമ്മൾ ഒരു കാരണവശാലും ലിസ്റ്റഡ് കമ്പനി എന്ന് പറയത്തില്ല. കേൾക്കുന്നുണ്ടോ? എന്താ ഈ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിന്റെയും നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസിന്റെയും പ്രത്യേകത? മെച്യൂരിറ്റി പീരീഡ് കഴിയുന്നത് വരെ ഇവർ അതേ സെക്യൂരിറ്റി ആയിട്ട് തന്നെ ഇരിക്കുക. കൺവേർട്ടബിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായി? ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ കൺവേർട്ടായി ഇക്വിറ്റി ഷെയർസ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഈ കേസിൽ ഇവർ കൺവേർട്ട് ചെയ്യുന്നില്ല, അവസാനം വരെയും ആ പ്രിഫറൻസ് ഷെയറും ഡെറ്റ് സെക്യൂരിറ്റി ആയിട്ട് തന്നെ അവർ ഇരിക്കുന്നവരാ. അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് മാത്രമാണ് ലിസ്റ്റ് ചെയ്തതെങ്കിൽ ആ പബ്ലിക് കമ്പനിയെ ലിസ്റ്റഡ് കമ്പനിയായിട്ട് കൂട്ടത്തില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കേസ് ഒരു പ്രൈവറ്റ് കമ്പനിയാടാ. ഈ പ്രൈവറ്റ് കമ്പനി ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ നോൺ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡെറ്റ് സെക്യൂരിറ്റി പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസിൽ കൊടുത്തിട്ട് ഈ നോൺ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡെറ്റ് സെക്യൂരിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെയും ലിസ്റ്റഡ് കമ്പനിയായിട്ട് കൂട്ടൂല. ഓക്കെ ഓക്കെ പിന്നെ മൂന്നാമത്തെ കേസ്, റൂളിനകത്ത് മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയോ? എടാ, സെക്ഷൻ 23 സബ്സെക്ഷൻ 3 പ്രകാരം നമ്മുടെ കമ്പനി ഏതെങ്കിലും ഫോറിൻ ജൂറിസ്ഡിക്ഷനിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കമ്പനികളെയും നമ്മൾ ലിസ്റ്റഡ് കമ്പനിയായിട്ട് കൂട്ടത്തില്ല. ഫോറിൻ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇല്ലേ? ഇന്ത്യക്ക് പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലാണ് നമ്മുടെ കമ്പനി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കമ്പനികളെയും നമ്മൾ ലിസ്റ്റഡ് കമ്പനിയായിട്ട് കൂട്ടത്തില്ല. ഇൻക്ലൂഡിങ് IFSC കമ്പനി എന്ന് കേട്ടിട്ടുണ്ടോ? ഗിഫ്റ്റ് സിറ്റി, ഗുജറാത്തിലെ ആ ഗിഫ്റ്റ് സിറ്റിക്ക് അകത്ത് കുറച്ച് പുതിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ മാത്രമാണ് ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെയും ആ ഒരു ഏരിയയെ നമ്മൾ ഫോറിൻ ഏരിയ ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ അതിനകത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ അവരെയും നമ്മൾ ലിസ്റ്റഡ് കമ്പനിയായിട്ട് കൂട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് 2(52) പറയുന്നു. എന്നിട്ട് റൂൾസിനകത്ത് പബ്ലിക് കമ്പനി ഇക്വിറ്റി ഷെയർ ലിസ്റ്റ് ചെയ്യാതെ അവരുടെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സോ നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസോ പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ ഇഷ്യൂ ചെയ്തിട്ട് അത് മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൂ എങ്കിൽ അവർ ലിസ്റ്റഡ് കമ്പനി അല്ല. അതേപോലെ ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റി മാത്രം പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ ഇഷ്യൂ ചെയ്തിട്ട് അതാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതും ലിസ്റ്റഡ് കമ്പനി അല്ല. അതുപോലെ ഫോറിൻ ഏരിയാസിൽ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ തന്നെ ഗിഫ്റ്റ് സിറ്റി പോലെയുള്ള ഫോറിൻ ജൂറിസ്ഡിക്ഷൻ ആയിട്ട് കണക്കാക്കുന്ന സ്ഥലത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലോ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ അവിടെ മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അവരെയും നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം ലിസ്റ്റഡ് കമ്പനിയായിട്ട് കൂട്ടത്തില്ല. ഓക്കെ, ഡെഫിനിഷൻ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പനീസ് ആക്ട് പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ചാൽ ഈ കമ്പനികളെ കൂട്ടൂല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
ഇനി നമുക്ക് നേരെ ആ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കാര്യം അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ സിമ്പിളാണ്. നോക്കിയോ. ഒന്നാമത്തെ ചോദ്യം, പ്രേസ്റ്റ് ലിമിറ്റഡ്, എന്ത് പേരിടാവും. ഈ കമ്പനി ലിസ്റ്റഡ് നോൺ കൺവേർട്ടബിൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂഡ് ഓൺ എ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസ്. ആ കമ്പനി അവരുടെ നോൺ കൺവേർട്ടബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ ഇഷ്യൂ ചെയ്തിട്ട് അത് ലിസ്റ്റ് ചെയ്തിരിക്കുക. ലിസ്റ്റഡ് കമ്പനിയാണോ? അല്ല. ഓക്കെ. അടുത്തത്, മൊഡ്യൂൾ ലിമിറ്റഡ് ലിസ്റ്റഡ് നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഓൺ എ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസ്. ലിസ്റ്റഡ് ആണോ? ലിസ്റ്റഡ് കമ്പനിയായിട്ട് കൂട്ടത്തില്ല. ഓക്കെ. അടുത്തത്, പെർഫെക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. ലിസ്റ്റഡ് നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഓൺ എ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസ്. ലിസ്റ്റഡ് ആണോ? അല്ല. 3 കമ്പനി ലിസ്റ്റഡ് അല്ല, കാരണം റൂൾസിനകത്തുള്ള എക്സെംപ്റ്റഡ് കാറ്റഗറിയിൽ വരുന്നവരാ. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ സ്പെസിഫിക്കലി തന്നിട്ടുണ്ടടാ, ഇവർ രണ്ടുപേരും ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന്, ആദ്യത്തെ 2 കമ്പനിയും. പുരിഞ്ചതാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്പനികളൊന്നും ലിസ്റ്റഡ് കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യത്തില്ല. ഇതാണ് ആൻസർ. ഓക്കെ. ദേ ആൻസറിന്റെ ഡ്രാഫ്റ്റിംഗ് നോക്കിയടാ. ലിസ്റ്റഡ് കമ്പനി എന്താണെന്നുള്ള പ്രൊവിഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാം ദേ ഇവിടെ ഉണ്ട്, കണ്ടോ. റൂൾ സെക്ഷൻ 2+52 റൂൾ 2A. റൂൾ 2A പ്രകാരം നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്ത കമ്പനി, പിന്നെ നോൺ കൺവേർട്ടബിൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ലിസ്റ്റ് ചെയ്ത കമ്പനി, പിന്നെ അതേപോലെ പ്രൈവറ്റ് കമ്പനി അവരുടെ നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റി പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസിൽ കൊടുത്തിട്ട് ലിസ്റ്റ് ചെയ്തു. അതേപോലെ ഫോറിൻ ജൂറിസ്ഡിക്ഷനിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി. ഇവരെ ഒന്നും ലിസ്റ്റഡ് കമ്പനിയായിട്ട് കൂട്ടത്തില്ല. അപ്പോൾ ആദ്യം പ്രൊവിഷൻ മൊത്തം എഴുതി, അത് കഴിഞ്ഞിട്ട് ദേ ഫാക്ട്സും കൺക്ലൂഷനും. കണ്ടോ, പ്രേസ്റ്റ് ലിമിറ്റഡിൻ്റെ കാര്യം അവരെന്താണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ദേ പ്രേസ്റ്റ് ലിമിറ്റഡ് ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് എ ലിസ്റ്റഡ് കമ്പനി. സെക്കൻഡ് പോയിന്റ്, അവരുടെ പ്രൊവിഷൻ എല്ലാം എഴുതി. മൊഡ്യൂൾ ലിമിറ്റഡ് ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് എ ലിസ്റ്റഡ് കമ്പനി. അടുത്ത പെർഫെക്റ്റ് ലിമിറ്റഡ് ഷാൽ നോട്ട് ബി. ഓക്കെ. അങ്ങനെ 11ാമത്തെ ചോദ്യം ഖതം ഹോ ഗയാ. ഓക്കെ. 12ാമത്തെ ചോദ്യം, 12th ക്വസ്റ്റ്യൻ ചെറിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസറിലേക്ക് പോവാം. ഓക്കെ. വൈറ്റ് ലിമിറ്റഡ് ഈസ് ആൻ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഹാവിംഗ് 5 ഡയറക്ടേഴ്സ് ഇൻ ഇറ്റ്സ് ബോർഡ് വിച്ച് ഇൻക്ലൂഡ്സ് 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. വൈറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒരു അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനിയാണ്. ആ കമ്പനിയിൽ 5 ഡയറക്ടേഴ്സ് ഉണ്ട്. ആ 5 ഡയറക്ടേഴ്സിൽ 2 ചൊക്കന്മാർ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ. ഇനി ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് എ സബ്സിഡിയറി കമ്പനി ഓഫ് വൈറ്റ് ലിമിറ്റഡ് actively carrying on its business, having paid up capital of 3 crore with 30 members and turnover of 50 crore respectively, and the said company is not a startup company. Okay. Black Private Limited എന്ന് പറയുന്ന കമ്പനി വൈറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറിയാണ്. ഓക്കെ. ഈ കമ്പനി ബിസിനസ് ആക്റ്റീവ്ലി ക്യാരി ഓൺ ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 3 കോടി രൂപയാണ്. ആ കമ്പനിക്ക് 30 മെമ്പേഴ്സ് ഉണ്ട്. ടേൺ ഓവർ 50 കോടി രൂപയാണ്. മാത്രമല്ല അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയുമല്ല. ഇത്രയും പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അപ്പോസിറ്റ് കേസ് സിനേറിയോ പ്ലീസ് ആൻസർ ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ചെയ്യാം, ധൈര്യമായിട്ടിരി. വെദർ ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് മാൻഡേറ്ററിലി റിക്വയർഡ് ടു പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ. ഈ ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സബ്സിഡിയറി ഇല്ലേ, അവര് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യണോ എന്നാണ് ചോദ്യം. Provide your answer by analyzing Black Private Limited into following category of companies: 1% company, small company, private company. അതായത് ഈ ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ 1% കമ്പനി, സ്മോൾ കമ്പനി, പ്രൈവറ്റ് കമ്പനി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയാൽ അവർക്ക് ഈ എക്സംഷൻ കിട്ടുമോ എന്നുള്ള രീതിയിലാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കിയാലോ. ആദ്യം തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 2 ക്ലോസ് 40 തന്നിട്ടുണ്ട് അല്ലേ. ഈ സെക്ഷൻ പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാ? ബാലൻസ് ഷീറ്റ്, P&L, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, പിന്നെ എക്സ്പ്ലനേറ്ററി നോട്ട്സ്. ഇത്രയും ഡോക്യുമെന്റ്സിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇതേ ഡെഫിനിഷനിൽ തന്നെ നമുക്കറിയാം ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എല്ലാ കമ്പനികളും പ്രിപ്പയർ ചെയ്യണ്ട. ചില കമ്പനികൾക്ക് എക്സംഷൻ ഉണ്ട്. ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുമ്പം ഈ പറയാൻ പോകുന്ന കമ്പനികൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണ്ട. ഏതൊക്കെ കമ്പനിയാ? 1% കമ്പനി, പിന്നെ സ്മോൾ കമ്പനി, പിന്നെ ഡോർമെന്റ് കമ്പനി, പിന്നെ സ്റ്റാർട്ടപ്പ് കമ്പനി. ഈ കമ്പനികൾ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട. ഓക്കെ ഓക്കെ ഇതാണ് സെക്ഷൻ 2+40 പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ കേസിൽ ഈ ബ്ലാക്ക് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയെ അവിടെ ഒരു 3 കമ്പനികൾ ടൈപ്പ് തന്നിട്ടുണ്ടല്ലോ, അതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അതാണല്ലോ ചോദ്യം അല്ലേ. ഫസ്റ്റ് പോയിന്റ് 1% കമ്പനി. എടാ ഈ ബ്ലാക്ക് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയെ 1% കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോടാ? പറ്റുമോടാ? ഒരു കാരണവശാലും പറ്റൂല. കാരണം എന്താ? എടാ ഇവിടെ എഴുതി വച്ചിരിക്കുകയല്ലേ 30 മെമ്പേഴ്സ് ഉണ്ടെന്ന്. 30 മെമ്പേഴ്സ് ഉള്ള കമ്പനി എങ്ങനെയാടാ 1% കമ്പനി എന്ന് നോക്കണേ, ക്ലാസിഫൈ ചെയ്യണേ? 1% കമ്പനിയിൽ ഒറ്റ മെമ്പറല്ലേ ഉള്ളൂ. അപ്പോൾ ആ കമ്പനി 1% കമ്പനി അല്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചെയ്താലേ പറ്റൂ. രണ്ടാമത്തെ ചോദ്യം, സ്മോൾ കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 3 കോടി രൂപയാണ്, ടേൺ ഓവർ 50 കോടി രൂപയാണ്. അത് കുറച്ച് ട്രിക്കിയാ. എന്താണെന്നറിയോ? ഈ സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷനിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് പഠിച്ച പിള്ളേരാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ. സ്മോൾ കമ്പനിയുടെ ലിമിറ്റിൽ മാറ്റിയിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട് ലിമിറ്റ്. ഇപ്പം എത്രയാണ് ലിമിറ്റ്? പെയ്ഡപ്പ് ക്യാപിറ്റൽ 10 കോടി കടക്കാൻ പാടില്ല, ടേൺ ഓവർ 100 കോടി കടക്കാൻ പാടില്ല. മുമ്പ് 4 കോടി 40 കോടി ആയിരുന്നു, ഇപ്പോൾ അത് 10 കോടി 100 കോടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 3 കോടി, ടേൺ ഓവർ 50 കോടി, കറക്റ്റ് ലിമിറ്റിന് താഴെയാ, ഒരു കുഴപ്പമില്ലല്ലേ അല്ലേ? പക്ഷേ സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സംഷൻ ഉണ്ട്. എന്താ? ഒരു കാരണവശാലും ഒരു കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയെയോ ഒരു കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയെയോ നമ്മൾ സ്മോൾ കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യത്തില്ല. പ്രൊവിഷൻ തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഇവിടെ ബ്ലാക്ക് കമ്പനി സമ്മതിച്ചു, ലിമിറ്റൊക്കെ താഴെ തന്നെയാണ് നിൽക്കണേ, ചെറിയ കമ്പനിയാ. പക്ഷെ ഇവര് വൈറ്റിന്റെ സബ്സിഡിയറി അല്ലേടാ, സബ്സിഡിയറി കമ്പനി ആയതുകൊണ്ട് അവരെ ഒരു കാരണവശാലും സ്മോൾ കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ശ്രമവും പാളിപ്പോയി, സ്മോൾ കമ്പനി ആക്കാൻ പറ്റൂല. അപ്പോൾ എക്സംഷൻ കിട്ടൂല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി മൂന്നാമത്തത് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവർക്ക് എക്സംഷൻ കിട്ടുവാടാ. പ്രൈവറ്റ് കമ്പനിക്ക് എക്സംഷൻ പറഞ്ഞിട്ടില്ലല്ലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ. സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ കിട്ടും. പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിൽ കിട്ടും അല്ലേ? ഈ സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രൈവറ്റ് കമ്പനി എപ്പോഴാണ് സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയണേ? അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അറിയാമോ? അറിഞ്ഞൂടെങ്കിൽ കേട്ടോ. ഒരു കമ്പനിയെ സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് വിളിക്കണമെങ്കിൽ എന്തൊക്കെയാ ക്രൈറ്റീരിയാസ്? ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കണം, സമ്മതിച്ചു, കൊള്ളാം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ, ഈ കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്തിട്ട് 10 വർഷമായിരിക്കാൻ പാടില്ല, 10 വർഷത്തിൽ താഴെ ആയിട്ടുണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ. മൂന്നാമത്തെ കണ്ടീഷൻ, ഈ കമ്പനിയുടെ ടേൺ ഓവർ ഒരു വർഷം 100 കോടി രൂപ കടക്കാൻ പാടില്ല, 100 കോടിയിൽ താഴെ ആയിരിക്കണം. ഓക്കെ. നാലാമത്തെ കണ്ടീഷൻ, ഈ കമ്പനി ഇന്നോവേറ്റീവ് ഐഡിയാസുമായിട്ട് വന്ന കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനി ആയിരിക്കണം, അതുമല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള കമ്പനി ആയിരിക്കണം. ഓക്കേണോ? അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ടെക്നോളജിക്ക് ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെന്റ് കൊണ്ടുവന്ന കമ്പനി ആയിരിക്കണം. ഇതാണ് നാലാമത്തെ കണ്ടീഷൻ. അഞ്ചാമത്തെ കണ്ടീഷൻ എന്താ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്താ? ഈ കമ്പനി സെൻട്രൽ ഗവൺമെന്റിന്റെ DPIIT എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടടാ, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. ആ ഡിപ്പാർട്ട്മെന്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. ഇത്രയും ക്രൈറ്റീരിയാസ് ചെയ്ത് കഴിഞ്ഞാലേ ആ കമ്പനിയെ സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയാൻ പറ്റൂ. നമ്മളിവിടെ ആദ്യമേ പാളിപ്പോയില്ലേ. ഈ കമ്പനി വൈറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി അല്ലേ? അപ്പോൾ ഒരു പബ്ലിക് കമ്പനി അല്ലേടാ വൈറ്റ് ലിമിറ്റഡ്. പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയെ നമ്മൾ എന്ത് കമ്പനിയായിട്ടാണ് കൂട്ടുന്നേ? അതൊരു ആർട്ടിക്കിൾസ് പ്രകാരം അതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയെ നമ്മൾ കമ്പനീസ് ആക്ടിനകത്ത് എന്തായിട്ട് ഡീം ചെയ്യും? പബ്ലിക് കമ്പനിയായിട്ട് തന്നെ ഡീം ചെയ്യും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനെ പാളിപ്പോയില്ലേ. ഇത് പ്രൈവറ്റ് കമ്പനി ആണോ? അല്ല, ഇതിനെ നമ്മൾ പബ്ലിക് കമ്പനിയായിട്ടാണ് ഡീം ചെയ്യണേ. പുരിഞ്ചതാ? അപ്പം മൂന്നാമത്തെ കണ്ടീഷനും പറ്റൂല. ആ കമ്പനിയെ പ്രൈവറ്റ് കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോലും പറ്റൂല. പിന്നെയല്ലേ സ്റ്റാർട്ടപ്പ് കമ്പനി. രണ്ടും നടക്കൂല. ഓക്കെ. അപ്പം 3 നടക്കില്ല. ഇതാണ് ആൻസർ. നമുക്ക് നോക്കാം. ആദ്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. പിന്നെ
1% കമ്പനി, സ്മോൾ കമ്പനി, ഡോർമൻ കമ്പനി, പ്രൈവറ്റ് കമ്പനി, ഈ കമ്പനികൾക്ക് എക്സംഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഇവിടെ ഈ നമ്മുടെ ബ്ലാക്ക് കമ്പനി ഡോർമെൻറ്റും അല്ല. കാര്യം എന്തെന്നറിയോ? ഇത് അവിടെ തന്നെ തന്നിട്ടുണ്ട്, ആക്റ്റീവായിട്ട് ബിസിനസ് ക്യാരി ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോർമൻ കമ്പനി ആയിട്ടും ക്ലാസിഫൈ ചെയ്യത്തില്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ വരാത്തത് കൊണ്ട് പറയാത്തതാ. ഓക്കെ, ശരി. പിന്നെ ടു ഡിറ്റർമിൻ ദ ആപ്ലിക്കബിലിറ്റി ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യം 1% കമ്പനി അല്ല, കാരണം 30 മെമ്പേഴ്സ് ഉണ്ട്. അടുത്തത് സ്മോൾ കമ്പനി അല്ല, കാരണം ലിമിറ്റൊക്കെ ഓക്കെയാണ്, 10 കോടി 100 കോടിയിൽ താഴെയാണ് ലിമിറ്റ് നിൽക്കുന്നത്. പക്ഷേ ആ കമ്പനി വൈറ്റിൻ്റെ സബ്സിഡിയറി അല്ലേ, സബ്സിഡിയറി കമ്പനിയെ നമ്മൾ ഒരു കാരണവശാലും സ്മോൾ കമ്പനിയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂല. അതുപോലെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും അതിനെ സ്റ്റാർട്ടപ്പ് ആക്കാൻ പറ്റൂല. കാരണം എന്താ? ഇത് ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി ആയതുകൊണ്ട് തന്നെ അതിനെ പബ്ലിക് കമ്പനിയാണെന്ന് ഡീം ചെയ്യും. പബ്ലിക് കമ്പനിയാണെന്ന് ഡീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാൻ പറ്റുമോ? അതും പറ്റൂല. അപ്പം 3 രീതിയും പറ്റൂല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ കമ്പനി 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യപ്പെട്ടാലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13, ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഡിവിഡൻറ്റ് ചാപ്റ്റർ അറിയാമോ? സെക്ഷൻ 123 മുതൽ 127 വരെ ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ചാപ്റ്ററാണ് അല്ലേ? ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വായിക്കുവാണേ. The dividend amounts received or receivable on equity shares held by Mr. Sharma for the financial year 24-25 was as follows. Okay, ശർമ്മ എന്ന് പറയുന്ന വ്യക്തി ഈ കമ്പനികളിൽ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു. അതിൽ നിന്നും ഇയാൾക്ക് കിട്ടുന്ന ഡിവിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ടേബിളിൽ തന്നിരിക്കുന്നത്. ഓക്കെ, പേർപ്പിൾ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി 25/8/2025 ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തു. എമൗണ്ട് 800 രൂപയാണ്. ഈ ഡിവിഡൻറ്റ് പേ ചെയ്തത് 23/10/2025. നല്ല ഡിലേ ഉണ്ടല്ലോ. ശരി, ഓക്കെ. അടുത്തത് ബ്രൗൺ നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. നിധി കമ്പനിയുടെ കേസാണ് കേട്ടോ. നിധി കമ്പനിക്ക് ഒരു എക്സംഷൻ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കണം. ഓക്കെ, ആ കമ്പനി ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തത് 4 സെപ്റ്റംബർ 2025 100 രൂപയാണ് ഡിവിഡൻറ്റ് സമയത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഡിസൈഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് വാട്ട് കുഡ് ബി ദ പണിഷ്മെന്റ് ടു ദ കമ്പനീസ് അഫോഴ്സഡ്. ഓക്കെ, ഡിലേ വരുത്തിയല്ലോ 2 കേസിലും. അപ്പോൾ അതിൻ്റെ പണിഷ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എടാ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 127 സെക്ഷനകത്താണ് ഡിവിഡൻറ്റിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ സെക്ഷനിൽ എന്താ പറഞ്ഞിരിക്കണേ? ഒരു കമ്പനി ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും മെമ്പേഴ്സിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം എന്നാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഡിവിഡൻറ്റ് വാറണ്ടായിട്ട് പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് കണ്ടീഷൻ. ഓക്കെ, ഡിവിഡൻറ്റ് ഇന്നാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. ഡിവിഡൻറ്റ് വാറണ്ടായിട്ട് പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് വഴി വാറണ്ട് അയച്ചിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ, ഇത് 30 ദിവസത്തിനകത്ത് ചെയ്തില്ലെങ്കിൽ എന്താ പെനാൽറ്റി പറഞ്ഞിരിക്കണേ? കമ്പനിക്ക് 18% പെർ ആനം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. കൂടാതെ ഓഫീസർ ഇൻ ഡിഫോൾട്ടിന് 2 വർഷം വരെ ഇംപ്രിസൺമെന്റ് ഉറപ്പായിട്ടും ഉണ്ടാവും, മാക്സിമം 2 വർഷം. കൂടാതെ ഫൈൻ, ഓരോ ദിവസവും 1000 രൂപ വെച്ച് ഫൈൻ. ഇതാണ് കമ്പനീസ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന പെനാൽറ്റി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ ഒന്നാമത്തെ കേസ് നമുക്ക് ആദ്യം എടുക്കാം. ഒന്നാമത്തെ കേസിൽ ഈ കമ്പനിയുടെ പേരെന്താ? പർപ്പിൾ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനി ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തത് 25 ഒക്ടോബറിന് അല്ലേ? ഡിവിഡൻറ്റ് കൊടുത്തിരിക്കുന്നത് 25 ഓഗസ്റ്റിന് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തു. ഡിവിഡൻറ്റ് കൊടുത്തിരിക്കുന്നത് 23 ഒക്ടോബറിനാണ്. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാ? 30 ദിവസം ഉറപ്പായിട്ടും കഴിഞ്ഞു അല്ലേ? ഈ 30 ദിവസം ആവുന്നത് എപ്പോഴാ? നമ്മൾ ജനറൽ ക്ലോസസ് ആക്ട് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ ഫ്രം ടു എന്നുള്ള ഡേറ്റ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും നിയമത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഇൻസിഡൻറ്റ് നടന്ന ഡേറ്റ് നമ്മൾ കൂട്ടണ്ട. ഫ്രം എന്ന് പറയുമ്പോൾ ആ ഇവൻറ്റ് നടന്ന ഡേറ്റ് കൂട്ടണ്ട, അടുത്ത ദിവസം മുതൽ കൗണ്ട് ചെയ്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ടു എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ആ ബേസിസിൽ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 25-ാം തീയതി ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് 30 ദിവസം കൗണ്ട് ചെയ്യുമ്പോൾ 25th കൂട്ടുന്നില്ല, 26th മുതൽ കൗണ്ട് ചെയ്യുന്നു അല്ലേ?
അപ്പം 26, 27, 28, 29, 30 തീയതി ആയപ്പോൾ 5 ദിവസം കഴിഞ്ഞു. ഓഗസ്റ്റിൽ 30 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ 30 തീയതി ആയപ്പോൾ 5 ദിവസം കഴിഞ്ഞു. ഓക്കെ. പിന്നെ അവിടെ നിന്ന് 1 തീയതി മുതൽ 24 തീയതി വരെ ആകുമ്പം അതൊരു 25 ദിവസമായി. അപ്പം ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ 24 തീയതി ആയിരുന്നു ഡിവിഡൻഡ് ആക്ച്വലി കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റടാ. 30 ദിവസം ആവുന്നത് സെപ്റ്റംബർ 24 അല്ലേ? ആ കമ്പനി കൊടുത്തിരിക്കുന്ന എപ്പോഴാ? 23 ഒക്ടോബറിനാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞു? അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 29 ദിവസവും കൂടെ ഡിലേ വരുത്തിയിട്ടാണ് പേയ്മെന്റ് ചെയ്തിരിക്കണേ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേക്കണേ. ഓക്കെ. അപ്പം നല്ല ഡിലേ ഉണ്ടടാ. അപ്പം ഇങ്ങനെ നോക്കിയേ, 25 ഓഗസ്റ്റിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 24 സെപ്റ്റംബർ ആണ്. അതും കഴിഞ്ഞ് 29 ദിവസം കഴിഞ്ഞ് എപ്പോഴാ? ഒക്ടോബർ 25 പേയ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 25 അല്ലേ? യെസ്, ഒക്ടോബർ 23. ഒക്ടോബർ 23 പേയ്മെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് 29 ദിവസത്തെ ഡിലേ. ഒന്ന് വൃത്തിയാക്കുവാണേ. ഓക്കെ. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് പെനാൽറ്റി കൊടുക്കേണ്ടി വരും? 18% ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കണേ അല്ലേ? അപ്പം 29 ദിവസത്തെ ഡിലേ 29 ഇൻറ്റു 18% ഇൻറ്റു എത്രയായിരുന്നടാ ഡിവിഡൻഡ്? 800 രൂപ ബൈ 365. ഇൻട്രസ്റ്റ് പെർ ആനോ അല്ലേ? അപ്പോൾ അത് എത്ര വരും നോക്കണം. അത് നമുക്ക് ആൻസറിനകത്ത് ഉണ്ടാവും. ഇനിയിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, അത് ആൻസറിൽ നോക്കാം. അപ്പോൾ ഇത്രയും എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ആ കമ്പനി. അതാണ് ആദ്യത്തെ ആൻസർ. ഓക്കെ. ഇനി രണ്ടാമത്തെ ആൻസർ നിധി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട. നിധി കമ്പനിക്ക് ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഈ നിധി കമ്പനി 30 ദിവസത്തിനകത്ത് പേയ്മെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്കൊരു എക്സംഷൻ ഉണ്ട്, പെനാൽറ്റി കിട്ടത്തില്ല. എന്താ എക്സംഷൻ എന്നറിയോ? ഈ കമ്പനിയിൽ ഇഷ്ടം പോലെ മെമ്പേഴ്സ് ഉണ്ടാവും. 10 രൂപയ്ക്ക് ഷെയർ മേടിച്ച് മെമ്പർ ആയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഡിവിഡൻഡ് നേരിട്ട് കൊണ്ട് കൊടുക്കുക, ഡിവിഡൻഡ് അയച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ആ കമ്പനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിധി കമ്പനി എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ കമ്പനി കൊടുക്കാനുള്ള ഡിവിഡൻഡ് 100 രൂപയോ അതിൽ താഴെയോ മാത്രമാണെങ്കിൽ, 100 രൂപയിൽ താഴെയുള്ള എമൗണ്ട് ഇത്രയും മെമ്പേഴ്സിന് കൊടുക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാന്ന് വെച്ചാൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കമ്പനി ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത കാര്യം ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. ഓക്കെ. കൂടാതെ കമ്പനിയുടെ വെബ്സൈറ്റ് അല്ലല്ലോ, നമ്മുടെ കമ്പനിയുടെ നോട്ടീസ് ബോർഡിലും അത് പബ്ലിഷ് ചെയ്യണം. ഓക്കെയാണോ? എന്നിട്ട് ഇത് 3 മാസം വെബ്സൈറ്റിലും നോട്ടീസ് ബോർഡിലും പബ്ലിഷ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവർക്കും അങ്ങോട്ട് അയച്ചു കൊടുക്കണ്ട. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. എന്താണെന്നറിയോ ഉദ്ദേശം? ഈ 3 മാസത്തിനുള്ളിൽ ന്യൂസ് പേപ്പറിനകത്ത് കാണുന്ന ആളുകൾ എന്ത് ചെയ്യും? കമ്പനിയിൽ ഇങ്ങോട്ട് വന്ന് പൈസ മേടിച്ചോളും, അങ്ങോട്ട് കൊടുക്കണ്ട. അങ്ങനെ ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനി ഈ കണ്ടീഷൻ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരത്തില്ല. പക്ഷെ 100 രൂപ കൂടുതലാണെങ്കിൽ കൊടുക്കണം. 100 രൂപയോ അതിൽ താഴെയാണ് ഡിവിഡൻഡ് എങ്കിൽ ഈ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ആൻസർ. നമുക്ക് ചെക്ക് ചെയ്യാം. According to section 127, if a company fails to pay declared dividend or fails to post dividend warrant within 30 days, ഡിവിഡൻഡ് കൊടുത്തില്ല, വാറണ്ട് പോസ്റ്റ് ചെയ്തില്ല 30 ദിവസത്തിനകത്ത്, അങ്ങനെയാണെങ്കിൽ 18% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഫൈൻ. പിന്നെ നിധി കമ്പനിയുടെ കാര്യത്തിൽ ഫോളോയിങ് മോഡിഫിക്കേഷൻ. ഇൻ കേസ് ഡിവിഡൻഡ് പേയബിൾ ടു മെമ്പർ ഇസ് 100 rupees or less, it shall declare it shall be sufficient compliance for the provision of section 127 if the declaration of dividend is announced in local language in one local newspaper of wide circulation, and announcement of such declaration is also displayed in its notice board for at least 3 months. മനസ്സിലായോ? നിധി കമ്പനി 100 രൂപ താഴെയാണ് കൊടുക്കാനുള്ളതെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യണം, ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. നിധി കമ്പനി ഇരിക്കുന്ന സ്ഥലത്തെ ലോക്കൽ ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറിൽ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ എത്രയാണ് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കടാ, 800 രൂപ ഡിവിഡൻഡ്, 18% ഇൻട്രസ്റ്റ്, 29/365 ആനുവൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ. അപ്പോൾ എമൗണ്ട് 11 രൂപ വരും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോണേ. അതേപോലെ നിധി കമ്പനി ഈ പറഞ്ഞ പോലെ 100 രൂപയിലെ ഡിവിഡൻഡ് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പറിൽ ആഡും നോട്ടീസ് ബോർഡിൽ പബ്ലിഷും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പണിഷ്മെന്റ് കിട്ടത്തില്ല. നോ പണിഷ്മെന്റ് വുഡ് ബി ഇമ്പോസ്ഡ്. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മിത്ര സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് റിസീവ്ഡ് എ സം ഓഫ് 7,50,000 ഫ്രം മിസ് കവിത, who is the sister of one of the directors of the company. Okay. At the time of providing the amount, Miss Kavita submitted a declaration stating that the funds had been received by her as a gift from her grandfather and were not borrowed and accepted from any other person. Decide with reference to the relevant provisions of Companies Act. Okay. ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതായത് നല്ല ചാപ്റ്റർ അല്ലേ, കിടിലൻ ചാപ്റ്ററാണ്. സെക്ഷൻ 73 മുതൽ 76A വരെയാണ് ആ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് അല്ലേ. പക്ഷേ ആ ചാപ്റ്ററിലെ പ്രൊവിഷൻസിനെക്കാളും ഇമ്പോർട്ടൻ്റ് അതിൽ ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. ഡെപ്പോസിറ്റിൻ്റെ ഡെഫിനിഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം അല്ലേ. ഡെഫിനിഷൻ എങ്ങനെയാണ് നമ്മൾ പഠിക്കണേ? സെക്ഷൻ 2(31) സെക്ഷൻ 2(31) ഡെഫിനിഷൻ തന്നിരിക്കുന്നത് അല്ലേ. എന്താ ഡെഫിനിഷൻ? നമ്മുടെ കമ്പനിയുടെ ഫണ്ടിലേക്ക് വരുന്ന എല്ലാ റെസീപ്സിനെയും നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് ഡീം ചെയ്യും. ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഡെഫിനിഷൻ. ഓക്കെ, നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന എല്ലാ റെസീപ്സും ഡെപ്പോസിറ്റ് ആണ് അല്ലേ. അത് കമ്പനി ലോൺ എന്ന് പറഞ്ഞ് എടുക്കുന്ന ഫണ്ടുകളായാലും ശരി, ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് മേടിക്കുന്ന ഷോർട്ട് ടേം ഫണ്ട്സ് ആയാലും ശരി, മറ്റ് സോഴ്സസിലൂടെ വരുന്ന ഫണ്ടുകളായാലും ശരി, കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന എല്ലാ റെസീപ്സിനെയും നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് ഡീം ചെയ്യും. എന്നാൽ ഇതേ ഡെഫിനിഷന് തന്നെ ഗവൺമെൻറ് റൂൾസ് ഇറക്കിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ റൂളിൻ്റെ പേരെന്താ? കമ്പനീസ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് റൂൾസ് 2014. ഇതിനകത്ത് റൂൾ നമ്പർ 21C വളരെ ഇമ്പോർട്ടൻ്റാ അല്ലേ. ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ സെക്ഷൻ 2(31) റൂൾ 21C കൂടെ ചേർത്താണ് പഠിക്കുന്നത് അല്ലേ. ഈ റൂൾ 21C അകത്ത് പറഞ്ഞിരിക്കുന്ന റെസീപ്സ്, അതിനകത്തൊരു 19 റെസീപ്സ് പറഞ്ഞിട്ടുണ്ടോ. ആ റെസീപ്സ് കമ്പനിയിലേക്ക് വന്നാൽ അതൊന്നും എന്തല്ല, ഡെപ്പോസിറ്റ് ആയിട്ട് ഡീം ചെയ്യണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ റൂൾ 21C അകത്ത് കമ്പനിയിലേക്ക് വരാൻ സാധ്യതയുള്ള കുറേ റെസീപ്സിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ടാ. ആ റെസീപ്സ് കമ്പനിയിൽ വന്നാൽ അതിനെ ഒന്നും ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടണ്ട. അല്ലാതെ ഏത് ഫണ്ട് കമ്പനിയിലേക്ക് വന്ന് കയറിയാലും അതിനെ എല്ലാം നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് ഡീം ചെയ്യും അല്ലേ. അതിനുള്ള റീസൺ എന്താ? ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. അതിനുള്ള റീസൺ എന്താ? ഈ വരുന്ന ഫണ്ടുകൾ 21C പറഞ്ഞിരിക്കുന്ന ഫണ്ടുകളെല്ലാം എവിടെങ്കിലുമൊക്കെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ്. അപ്പോൾ അതിനെ നമുക്ക് പ്രത്യേകിച്ച് ഈ ചാപ്റ്ററിനകത്ത് ബ്രാക്കറ്റിനകത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ റെസീപ്സിനകത്ത് ഇല്ലാത്ത ഏതെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻ എവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഈ ചാപ്റ്ററിനകത്ത് അങ്ങനെ വന്നു ചേരുന്ന ഫണ്ടുകളെയെല്ലാം ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ, ഈ റൂൾ 21C ഒരു പോയിന്റ് ഉണ്ട്. എന്താ പോയിന്റ്? നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ റിലേറ്റീവ്സോ എന്തെങ്കിലും ഫണ്ട് കൊണ്ടുവന്നാൽ, ലോണ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കമ്പനി ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടണ്ട. റൂൾ 21C അകത്തുള്ളൊരു പോയിന്റാണ്. എല്ലാ റെസീപ്സും നമുക്കിവിടെ പഠിക്കാൻ പറ്റില്ല, ആ പോയിന്റിലുള്ളത് മാത്രം പറയുന്നുള്ളേ. അപ്പോൾ കമ്പനിയിൽ ഡയറക്ടേഴ്സോ റിലേറ്റീവ്സോ എന്തെങ്കിലും ലോൺ എമൗണ്ട് കമ്പനിക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടണ്ട. ഓക്കെയാണോ? പക്ഷേ അവിടെ 2 കണ്ടീഷൻസും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാ? ഒന്ന്, ഈ ഡയറക്ടേഴ്സോ റിലേറ്റീവ്സോ കൊണ്ടുവന്ന കാശിൻ്റെ ഡീറ്റെയിൽസ് കമ്പനി ബോർഡ്സ് റിപ്പോർട്ടിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യണം. ബോർഡ്സ് റിപ്പോർട്ട് എന്താണെന്ന് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ബോർഡ്സ് റിപ്പോർട്ടിനകത്ത് ഈ കൊണ്ടുവന്ന ലോണിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യണം. എന്നിട്ട് അത് മെമ്പേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, കൂടാതെ ഈ ലോണ് തരുന്ന ആള്, ഡയറക്ടർ ആയിക്കോട്ടെ റിലേറ്റീവ് ആയിക്കോട്ടെ, ഈ ലോണ് തരുന്ന ആള് ഒരു ഡിക്ലറേഷനും കൂടെ എഴുതി കമ്പനിക്ക് കൊടുക്കണം. എന്ത് ഡിക്ലറേഷനാ? ഞാൻ ഈ തരുന്ന പൈസ എൻ്റെ സ്വന്തം പൈസയാണെന്നും, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇൻകത്തിൽ നിന്ന് തന്ന പൈസയാണെന്നും, മറ്റൊരാളുടെ കയ്യിൽ നിന്നും ഞാനിത് ബോറോ ചെയ്തിട്ട് കമ്പനിയിലേക്ക് കൊണ്ടുവന്നതല്ല എന്നും ഒരു ഡിക്ലറേഷൻ എഴുതി തരണം. ഞാൻ ഈ തരുന്ന പൈസ സ്വന്തം പൈസ, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ട് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നതല്ല എന്ന ഡിക്ലറേഷനും തരണം. ഇതാണ് 2 കണ്ടീഷൻസ്. ഓക്കെ, ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഡയറക്ടേഴ്സോ റിലേറ്റീവ്സോ തരുന്ന ലോണ് ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടണ്ട. ഇതാണ് പ്രൊവിഷൻ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താ കേസ്? ക്വസ്റ്റ്യനിൽ എന്താ സീന് നോക്കിയേ. കമ്പനിയുടെ പേര് മിത്ര സർവീസസ്. ഓക്കെ,
ഈ കമ്പനിയിലേക്ക് കവിത എന്ന് പറയുന്ന വ്യക്തി, ഈ കവിത ആരാ? ഡയറക്ടറിൻ്റെ റിലേറ്റീവാ, സിസ്റ്ററാ. ഓക്കെ, അപ്പോൾ ഡയറക്ടറിൻ്റെ റിലേറ്റീവ് കമ്പനിയിലേക്ക് 7.5 ലക്ഷം രൂപ ലോണായിട്ട് തന്നിട്ടുണ്ടടാ. ഓക്കെ, കൂടാതെ കവിത ഒരു ഡിക്ലറേഷനും കൊടുത്തു. എന്താ ഡിക്ലറേഷൻ? ഈ തന്ന കാശ് കവിതയ്ക്ക് കവിതയുടെ ഗ്രാൻഡ് ഫാദർ ഗിഫ്റ്റായിട്ട് കൊടുത്ത എമൗണ്ടാണ് ഈ ഫണ്ട്, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തതല്ല. അപ്പോൾ പ്രൊവിഷൻ സാറ്റിസ്ഫൈ ആയല്ലോ അല്ലേ? കവിത ലോണ് തന്നു, ഡയറക്ടറിൻ്റെ റിലേറ്റീവാ, ലോണ് തന്നു, അതിനെ ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടണ്ട. കൂടാതെ ആ പൈസ എവിടെ നിന്നാണ് കവിതയ്ക്ക് കിട്ടിയേക്കണേ? ഗ്രാൻഡ് ഫാദറിൻ്റെ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ്, കുഴപ്പമില്ല. മറ്റൊരു സ്ഥലത്തുനിന്ന് ബോറോ ചെയ്തതല്ല. മറ്റൊരു സ്ഥലത്തുനിന്ന് ബോറോ ചെയ്തതാണെങ്കിൽ അത് ഡെപ്പോസിറ്റായി മാറും. പുരിഞ്ഞതാ? അപ്പോൾ ഡിക്ലറേഷനും എഴുതി തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, അത് ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ, ഇതെന്തുകൊണ്ടാണെന്ന് അറിയോ ഇങ്ങനെ ഡിക്ലറേഷൻ കൊടുക്കണം എന്ന് പറയണേ? ഈ ഒരു പ്രൊവിഷൻ ചില കമ്പനികൾ മിസ്യൂസ് ചെയ്യും. എന്താണെന്നറിയോ? ഡെപ്പോസിറ്റ്സ് ചാപ്റ്റർ പ്രോപ്പറായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കമ്പനി ഡയറക്ടറിൻ്റെന്നോ റിലേറ്റീവിൻ്റെന്നോ ലോൺ എടുത്താൽ അത് ഡെപ്പോസിറ്റ് അല്ല. പക്ഷേ അൺറെഗുലേറ്റഡ് ആയിട്ട് ഒരു കമ്പനി പുറത്തുനിന്നൊരു ബ്ലേഡുകാരൻ്റെ ലോൺ എടുത്തു എന്ന് വെച്ചോ, അതിനെ ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ എങ്ങനെ തിരിമറി ചെയ്യുന്നറിയാമോ? ഡയറക്ടർ കൊണ്ടുവരുന്ന കാശ് ഡെപ്പോസിറ്റ് അല്ല, ബ്ലേഡുകാരൻ്റെ എടുക്കുന്ന കാശ് ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യൂടാ? ചില കമ്പനികൾ ഡയറക്ടേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യും? ബ്ലേഡുകാരൻ്റെ കയ്യിൽ നിന്ന് ഡയറക്ടർ ലോൺ എടുക്കും, എന്നിട്ട് ആ ലോണ് കമ്പനി ഇങ്ങോട്ട് മേടിക്കും. ആ പരിപാടി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഡയറക്ടർ ലോണ് തരുന്നതുകൊണ്ട് കുഴപ്പമില്ല, റിലേറ്റീവ് ലോണ് തരുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഈ ലോൺ എമൗണ്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തതല്ല എന്ന് ഡിക്ലറേഷനും കൂടെ തരണം. ഓക്കെ 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 അപ്പോൾ ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ബോർഡ്സ് റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്യുന്ന പ്രൊവിഷനും കൂടെ ചെയ്യണം കേട്ടോ എന്നൊരു പോയിന്റും കൂടി ആഡ് ചെയ്യണം. ഓക്കെ ബോസ്. സെക്ഷൻ 2 ക്ലോസ് 31 പറഞ്ഞിട്ടുണ്ട്, എനി റെസിപ്റ്റ് ഓഫ് മണി ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ്, ലോൺ ഓർ ഇൻ എനി അതർ ഫോം, ഏത് ഫോമിൽ കമ്പനിയിലേക്ക് വന്നാലും അതെല്ലാം ഡെപ്പോസിറ്റ് ആണ്. ഡസ് നോട്ട് ഇൻക്ലൂഡ് റൂൾ 2(1)(c)ക്കകത്ത് പറഞ്ഞിരിക്കുന്ന റെസിപ്റ്റ്സ്. ഓക്കെ, ആ റെസിപ്റ്റ്സ് എഴുതുക. റെസിപ്റ്റ്സ് എല്ലാം എഴുതി വെക്കേണ്ട. ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏതാണോ ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി 2(1)(c) എന്ന്. ഓക്കെ, നോക്കിയേ, any amount received from a person at the time of receipt of was a director of the company or the relative of the director of a private company. പുരിജിത, ഡയറക്ടറിൻ്റെ നിന്ന് മേടിക്കുന്ന കാശും റിലേറ്റീവിൻ്റെ നിന്ന് മേടിക്കുന്ന കാശും ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ, പിന്നെ അവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഡിക്ലറേഷൻ കൊടുക്കണം ഇൻ റൈറ്റിംഗ് ടു ദ എഫക്ട് ദാറ്റ് എമൗണ്ട് ഈസ് നോട്ട് ബീയിങ് ഔട്ട് ഓഫ് ഫണ്ട്സ് അക്വേർഡ് ബൈ ഹിം ബൈ ബോറോയിങ് ഓർ അക്സെപ്റ്റിംഗ് ലോൺസ് ഓർ ഡെപ്പോസിറ്റ്സ് ഫ്രം അതേഴ്സ്. പുരിജിത, പിന്നെ കൂടാതെ ബോർഡ്സ് റിപ്പോർട്ടിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യണം. 2 കണ്ടീഷനും എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ ഫാക്ട്സ് ഓഫ് ദി കേസ്, ഈ ക്വസ്റ്റ്യനകത്ത് 7.5 ലക്ഷം രൂപ കൊണ്ടുവന്നു ഡയറക്ടറിൻ്റെ റിലേറ്റീവ്. ഓക്കെ, മാത്രമല്ല ഡിക്ലറേഷനും തന്നിട്ടുണ്ട്, ഗ്രാൻഡ് ഫാദർ കൊടുത്ത ഗിഫ്റ്റാണ്, മറ്റൊരാളുടെ നിന്ന് ബോറോ ചെയ്തതല്ല എന്ന് ഡിക്ലറേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് ബോർഡ്സ് റിപ്പോർട്ടിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള പ്രൊവിഷൻ എഴുതി. ഈ തന്നിരിക്കുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടണ്ട എന്നും പോയിന്റ് വന്നു. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, the articles of association of Blue Limited provided that documents upon the company may be served only through email. Okay, Mr. Karan sent document to the company by registered post. The company did not accept the document on the ground that sending documents to the company by post was in violation of the articles. As a result, Mr. Karan suffered loss. Decide the validity of the argument of the company and claim of Mr. Karan for damages. Okay, super. Section 20 കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 20ക്കകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് കമ്പനിയോടോ കമ്പനിയുടെ ഓഫീസേഴ്സിനോടോ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ലെറ്റേഴ്സോ ഡോക്യുമെൻസോ നോട്ടീസോ ഒക്കെ അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് അയക്കാം. എങ്ങനെയൊക്കെ അയക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കാം, സ്പീഡ് പോസ്റ്റ് അയക്കാം, കൊറിയർ അയക്കാം, നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം, അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലൂടെയും ചെയ്യാം. ഇതാണ് സെക്ഷൻ 20ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്, സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ കമ്പനിയോട് എന്തെങ്കിലും നോട്ടീസോ ലെറ്റേഴ്സോ അയക്കണമെങ്കിൽ ഇതിലേത് മെത്തേഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേത് മെത്തേഡ് യൂസ് ചെയ്താലും അത് വാലിഡ് ആണെന്നാണ് സെക്ഷൻ 20ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഡിമാറ്റ് ഫോമിലാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ, ഡെപ്പോസിറ്ററി വഴി ഡിമാറ്റ് ഫോം അറിയാമെന്ന് വിശ്വസിക്കുന്നു, ഇലക്ട്രോണിക് ഫോമിലാണ് ഈ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക്
ഇമെയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലൂടെ ഡോക്യുമെന്റ്സ് അയക്കുന്നതായിരിക്കും ഉചിതം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ അയാളുടെ പേരെന്തുവാടേ, ഈ പേര് മറന്നുപോയല്ലോ. വാട്ട് വാസ് ഹിസ് നെയിം? വേർ ഈസ് ഇറ്റ്? ക്വസ്റ്റ്യൻ എവിടെ? ഈ കേസിൽ ഇയാളുടെ പേര് കരൺ എന്ന് പറയുന്ന വ്യക്തി ഡോക്യുമെൻ്റ് അയച്ചത് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണ്. പക്ഷെ കമ്പനിയുടെ ആർട്ടിക്കിൾസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇമെയിൽ വഴി മാത്രമേ അയക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ ആർട്ടിക്കിൾസിനകത്ത് പറയാൻ പാടണ്ട, അത് അൾട്രാ വൈറസ് അല്ലേ, വയലേഷൻ ആയി പോകില്ലേ. സെക്ഷൻ 6 എന്താ പറഞ്ഞിരിക്കണേ? ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പനീസ് ആക്ടിനെ ഇതാണ് വാക്ക് തെറ്റിപ്പോവും. കോൺട്രഡിക്ഷൻ വരുന്ന ഒരു സെന്റൻസോ ഒരു ക്ലോസോ പോലും ആർട്ടിക്കിൾസിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻ വോയിഡ് ആയി പോവും. കമ്പനീസ് ആക്ട് വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിരിക്കണേ, അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഇമെയിൽ വഴി മാത്രമേ അയക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വയലേഷനാണ്. കമ്പനിയുടെ ഭാഗത്താണ് തെറ്റ്. കമ്പനി രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി കരൺ അയച്ച ഡോക്യുമെന്റ് അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു. ഇവിടെ ചെയ്തില്ല. കരണിന് നഷ്ടമുണ്ടായി. ആ നഷ്ടം നികത്തേണ്ടി വരും കമ്പനിയുടെ സ്റ്റാൻഡ് തെറ്റാണ്. കാരണം കമ്പനീസ് ആക്ട് പ്രകാരം അതിനകത്ത് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആർട്ടിക്കിൾസിനകത്ത് കോൺട്രഡിക്ടറി പ്രൊവിഷൻ പറ്റൂല, ഇമെയിൽ വഴി തന്നെ അയക്കണം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾസ് അത് കോൺട്രഡിക്ഷനാണ്, ആ പ്രൊവിഷൻ വോയിഡ് ആയി പോകും. അപ്പോൾ കരൺ ചെയ്ത കാര്യം കറക്റ്റാണ്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയച്ചാൽ അത് വാലിഡ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ആർഗ്യുമെന്റ് തെറ്റാണ്. തെറ്റ്. ഡോക്യുമെന്റ് എങ്ങനെയൊക്കെ സെർവ് ചെയ്യാം? സെക്ഷൻ 20 എങ്ങനെയൊക്കെ സെർവ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കാം, സ്പീഡ് പോസ്റ്റ് അയക്കാം, കൊറിയർ അയക്കാം, നേരിട്ട് കൊണ്ട് കൊടുക്കാം, അതും അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡും ചെയ്യാം. ഓക്കെ, സെക്യൂരിറ്റീസ് ഡിമാറ്റ് ഫോമിലാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിക് മോഡിൽ അയക്കാം, അതായിരിക്കും ഉചിതം. ഓക്കെ, ബാക്കി ഇനി ഈ കേസ് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾസ് കനോട്ട് ബി ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. കണ്ടോ, ആർട്ടിക്കിൾസ് കമ്പനീസ് ആക്ടിന് കോൺട്രഡിക്ടറി ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആണ്. ഓക്കെ, കറണ്ട് കോമ്പൻസേഷൻ ചോദിച്ചാൽ അത് കൊടുക്കേണ്ടി വരും. ഓക്കേനോ? അത്രയുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെല്ലോ ബനാന ലിമിറ്റഡ്, an unlisted company, furnishes the following data. Paid up capital as on 31st March 2025, 45 crore. Turnover for the year ended 31st March 2025, 175 crore. Outstanding loan as on 3rd March 2025, 105 crore. 110 loan obtained from bank and outstanding balance as on 31st March 2025, 90 crore after repayment. Okay, whether as per the provisions of Companies Act 2013, the company is required to appoint an internal auditor during the year 25-26. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റിനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദയവായി നോക്കിയേ, എപ്പോഴാണ് കമ്പനിയിൽ ഇന്റേണൽ ഓഡിറ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്? എപ്പോഴാ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രൊവിഷൻ സെക്ഷൻ 138 തന്നിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്പനി, അത് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ എന്തായാലും ഇന്റേണൽ ഓഡിറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനിയാണ്. അപ്പോൾ അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനി ആണെങ്കിൽ അവരെപ്പോഴാണ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്യേണ്ടത്? ആൻസറിൽ നോക്കിക്കോ, ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ 50 കോടിയോ അതിൽ കൂടുതലോ പോവുകയോ ചെയ്താൽ നിർബന്ധമായിട്ടും ഇന്റേണൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ 200 കോടിയോ അതിൽ കൂടുതലോ പോവുകയോ ചെയ്താൽ അവരും നിർബന്ധമായിട്ടും ഇന്റേണൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇവിടെ 2 കേസും എക്സീഡ് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ 2 ലിമിറ്റിന് താഴെയാണ്. അടുത്തത്, ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓർ ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ഓർ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സീഡിംഗ് 100 crore rupees ഓർ മോർ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിംഗ് ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. കഴിഞ്ഞ ഇയറിൽ ഏതെങ്കിലും സമയത്ത് നമ്മുടെ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് 100 കോടി എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനി ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ കമ്പനിയുടെ ലോണ് ബോറോയിങ്സ്, ബാങ്കിൽ നിന്നും പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും എടുത്ത ലോണും ബോറോയിങ്സും 100 കോടി കടന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനികളും നിർബന്ധമായിട്ടും ഇന്റേണൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത എന്താ, ഈ കമ്പനി മേടിച്ചു വെച്ചിരിക്കുന്ന ഡെപ്പോസിറ്റ്സ് 25 കോടിയോ അതിൽ കൂടുതലോ പോയാൽ ആ കമ്പനിയും നിർബന്ധമായിട്ടും ഇന്റേണൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ലിമിറ്റ് കടന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇന്റേണൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അവിടെ ഏറ്റവും കീ ആയിട്ടുള്ള പോയിന്റ്
ഈ 3 കേസിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ടേൺ ഓവർ, ഡെപ്പോസിറ്റ്സ്, ഈ 3 കേസിലും 50 കോടി ഓർ മോർ, 200 കോടി ഓർ മോർ, അവിടെ ആ ലിമിറ്റും കൂടെ ഇൻക്ലൂഡഡാ. 50 കോടി എത്തിയാൽ ഇന്റേണൽ ഓഡിറ്റ് ചെയ്തിരിക്കണം, 200 കോടി എത്തിയാൽ ഇന്റേണൽ ഓഡിറ്റ് ചെയ്തിരിക്കണം. പക്ഷെ മൂന്നാമത്തെ കേസ് നോക്കിയടാ, ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് എക്സീഡിങ് 100 crore rupees എന്ന് വെച്ചാൽ 100 കോടി കടന്നാൽ മാത്രമേ ഉള്ളൂ ലിമിറ്റ് കടക്കുന്നുള്ളൂ. 100 കോടി അവിടെ ഇൻക്ലൂഡഡ് അല്ല. മാത്രമല്ല പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും സമയത്ത് 100 കോടി കടന്നിട്ടുണ്ടെങ്കിൽ എന്നൊരു പ്രൊവിഷനും കൂടി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കേസിൽ നമ്മുടെ കമ്പനിയിൽ പ്രീവിയസ് ഇയർ മാർച്ച് 3 175 കോടി, സോറി ഒരു മിനിറ്റ്, മാർച്ച് 3 105 കോടി ആയിരുന്നില്ലേ അല്ലേ? പിന്നീട് അത് കുറഞ്ഞു. മാർച്ച് 31 കുറേ റീപേയ്മെൻറ്റ് ചെയ്ത് 90 കോടി ആക്കി. പക്ഷേ കഴിഞ്ഞ ഇയറിൽ 100 കോടി കടന്നല്ലോ അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും മൂന്നാമത്തെ കേസ് കടന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ലോണിൻ്റെ കേസ് ലിമിറ്റ് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ഓഡിറ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ 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 അപ്പോൾ ഈ ലിമിറ്റുകൾ കടക്കുന്ന കമ്പനി നിർബന്ധമായിട്ടും ഇന്റേണൽ ഓഡിറ്റ് ചെയ്യണം എന്ന് പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ഈ ഇന്റേണൽ ഓഡിറ്റ് ആരെ കൊണ്ട് ചെയ്യിക്കണം? ഏതെങ്കിലും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫേം അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റിനെ കൊണ്ട് ചെയ്യിക്കണം. കൂടാതെ അടുത്തതാണ് ഫാക്ട് തന്നിരിക്കുന്നത്. ഫാക്ട് എന്താ? ഇൻ ദ ഗിവൻ ക്വസ്റ്റ്യൻ യെല്ലോ ബനാന ലിമിറ്റഡ് ഹാഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ഓഫ് എക്സീഡിംഗ് 100 crore rupees. 105 കോടി ഇടയ്ക്ക് വന്നില്ലേ അല്ലേ? അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആ കമ്പനി ഇന്റേണൽ ഓഡിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി അതേ ക്വസ്റ്റ്യനിൽ തന്നെ അടുത്തൊരു പാർട്ടും കൂടി ഉണ്ട്. എന്താ? സ്റ്റേറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് റിലേറ്റിംഗ് ടു അപ്പോയിൻമെന്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ ഇൻ എ ഗവൺമെന്റ് കമ്പനി. ഫസ്റ്റ് ഓഡിറ്ററിന്റെ പ്രൊവിഷൻസ് എവിടെയാ? സെക്ഷൻ 139. ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണോ? ഗവൺമെന്റ് കമ്പനിയിൽ. നമ്മുടെ കമ്പനി ഒരു ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ ഫസ്റ്റ് ഓഡിറ്ററിനെ എപ്പോൾ അപ്പോയിന്റ് ചെയ്യണം? കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ അപ്പോയിന്റ് ചെയ്യും. ആരാ അപ്പോയിന്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓഡിറ്ററിനെ? ഗവൺമെന്റ് കമ്പനി അല്ലടാ. ഗവൺമെന്റ് കമ്പനി ആകുമ്പോൾ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇൻകോർപ്പറേറ്റ് ചെയ്ത് 60 ദിവസത്തിനകത്ത് അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ 60 ദിവസത്തിനുള്ളിൽ CAGക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അടുത്ത 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും ഈ പറഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അതുടനെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരെ അറിയിക്കുക? മെമ്പേഴ്സിനെ അറിയിക്കുക. അപ്പം മെമ്പേഴ്സ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ മെമ്പേഴ്സ് അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഒരു EGM കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ആ EGMൽ വെച്ച് ഫസ്റ്റ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യും. ഇതാണ് പ്രൊവിഷൻ. ഇൻകോർപ്പറേറ്റ് ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ CAG അപ്പോയിന്റ് ചെയ്യും. പറ്റില്ലെന്നുണ്ടെങ്കിൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യും. അവർക്കും പറ്റില്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മെമ്പേഴ്സിനെ അറിയിക്കുക. മെമ്പേഴ്സ് ഒരു EGM കണ്ടക്ട് ചെയ്തിട്ട് 60 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, അതായത് ഈ EGM എപ്പോഴാണ് നടക്കുന്നത്? കമ്പനിയുടെ ആദ്യത്തെ AGM നടക്കുന്നതിന് മുന്നേ തന്നെ മെമ്പേഴ്സ് ഈ EGM കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ആ EGMൽ വെച്ച് ഫസ്റ്റ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെണോ? ഇയാൾ എന്ന് വരെ കമ്പനിയിൽ ഉണ്ടാവൂടാ? ഇയാൾ കമ്പനിയുടെ ആദ്യത്തെ AGM നടക്കുന്നത് വരെ ഉണ്ടാവും. ആദ്യത്തെ AGM ആകുമ്പോൾ അയാൾ വെക്കേറ്റ് ചെയ്യും. ഇതാണ് പ്രൊവിഷൻ. ഓക്കെ ബോസ്? ഓക്കെ ആണ്, വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം എഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഇൻ കേസ് ഓഫ് എ ഗവൺമെന്റ് കമ്പനി ഓർ എനി അതർ കമ്പനി ഓൺഡ് ഓർ കൺട്രോൾഡ് ഡയറക്ട്ലി ബൈ the first auditor shall be appointed by the Controller and Auditor General of India within 60 days from the registration of company. Okay. In case the CAG does not appoint first auditor within the said period, Board of Directors will appoint within next 30 days. Okay. In case of failure of the board, it shall inform the members of the company who shall appoint such auditor. Members of the company who shall appoint the auditors within 60 days at an EGM, who shall hold office till the conclusion of the first AGM. എല്ലാ പോയിന്റ്സും ആയിട്ടുണ്ട്. ഓക്കെ ബോസ്? ആ ക്വസ്റ്റ്യനും ഖതം ഹോ ഗയാ. 16 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ LLP എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. LLP Act 2008. നോക്കാമോ? മീര ആൻഡ് രമണാണോ എന്തോ ആയിക്കോട്ടെ, are college friends and intend to do trading in musical instruments. Okay, they have met Mr. Akka and Pihu. എന്തുവാടാ ഇത്?
who are non-resident Indians and they all have decided to form an LLP. Okay. മീര, രാമൻ, ആക്ക, പീഹു. ഈ ആക്കയും പീഹുവും നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആണ്, NRIs ആണ്. ഓക്കെ. അണ്ടർ ദ നെയിം ആൻഡ് സ്റ്റൈൽ ഓഫ് മീര ആക്ക LLP. അപ്പോൾ LLPയുടെ പേര് മീര ആക്ക LLP എന്നാണേ. വിത്ത് ആൻ ഇനീഷ്യൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് 1 lakh rupees. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 1 ലക്ഷം രൂപയാണ്. ഓക്കെ. ഇറ്റ് ഈസ് ഫർദർ ഇൻഫോംഡ് ദാറ്റ് മിസ്റ്റർ ആക്ക stayed in India for 135 days and Mr. Pihu stayed in India for 110 days. ആക്ക എന്ന് പറയുന്ന വ്യക്തി 135 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പീഹു എന്ന് പറയുന്ന വ്യക്തി 110 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 2023-24 വർഷം. ഓക്കെ. ദ LLP വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ 15th October 2024. ഓക്കെ. ഇപ്പോൾ പ്രീവിയസ് ഇയറിലാണ് ഇവർ 135 ഡേയ്സും 110 ഡേയ്സും ഉണ്ടായിരുന്നത്. ഓക്കെ. ദ LLP intends to appoint Mr. ആക്ക and Pihu as designated partners and consults its CA regarding the same. You as the CA advise the LLP on the appointment of Mr. Akka and Pihu as the only designated partners. LLP പഠിക്കുമ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ ജോലി എന്താ? ഈ LLP നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ട ആളുകളാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. പലരും വിചാരിക്കും കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണല്ലോ കമ്പനിയുടെ മാനേജ്മെൻറ്റ് നോക്കുന്നത്. അതേപോലെ LLPയുടെ മാനേജ്മെൻ്റ് എല്ലാം നോക്കി നടത്തുന്നതാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. LLPയുടെ മാനേജ്മെൻറ്റ് നോക്കുന്നത് എല്ലാ പാർട്ട്നേഴ്സും കൂടി ചേർന്ന. ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ ജോലി എന്ന് വെച്ചാൽ എന്താ? നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫയൽ ചെയ്യേണ്ട ഫോംസ് എല്ലാം കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. നിയമങ്ങൾ പാലിച്ചില്ല എന്ന് കണ്ടാൽ അതിനുള്ള പെനാൽറ്റി ഏറ്റുവാങ്ങുക. ഇതൊക്കെയാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ ജോലി. ഓക്കെ. LLP ആക്ടിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ LLPയിലും നിർബന്ധമായിട്ടും 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എങ്കിലും ഉണ്ടാവണം. ഈ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൽ ഒരാൾ ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. റെസിഡന്റ് എന്ന് വെച്ചാൽ ആരാ? പ്രീവിയസ് ഇയറിൽ 120 ദിവസമെങ്കിലും ഇന്ത്യയിലുള്ള വ്യക്തിയാണ് റെസിഡന്റ്. അപ്പോൾ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് വേണം. അതിൽ ഒരാൾ റെസിഡന്റ് ആയിരിക്കണം. റെസിഡന്റ് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൽ 120 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഓക്കെ. അപ്പോൾ ഈ കേസിൽ ഈ ആക്കയും പീഹു ഈ 2 പേരെയാണ് നമ്മൾ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് വയ്ക്കാനിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, 2 പേരെയും വയ്ക്കാം. അതിൽ ഒരാൾ റെസിഡൻ്റ് ആണ്. ആക്ക എന്ന് പറയുന്ന വ്യക്തി 120 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അയാൾ റെസിഡൻ്റ് ആണ്. മറ്റേ ആൾ റെസിഡൻ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല, 2-ൽ ഒരാൾ റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതല്ലേ കണ്ടീഷൻ അല്ലേ? അപ്പോൾ ധൈര്യമായിട്ട് ആക്കയും പീഹയും എന്താക്കാം? ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. കാരണം അതിൽ ഒരാൾ റെസിഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ. Every LLP must have at least 2 designated partners and at least one of them must be resident. Okay. Resident means not less than 120 days during the financial year. ഈ ഫിനാൻഷ്യൽ ഇയറിൽ 120 ദിവസം ഇന്ത്യയിലുള്ള വ്യക്തിയാണ് റെസിഡൻറ്റ്. ഓക്കെ. ആക്ക ആൻഡ് പീഹുവിനെ ഇതാക്കാൻ തീരുമാനിക്കുന്നു. ആക്ക എന്ന് പറയുന്ന ആൾ നോൺ റെസിഡൻ്റ് ആണ്. പക്ഷേ ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? 135 ദിവസം ഉണ്ടായിരുന്നു. Therefore, he satisfies the condition of being a resident in India under the LLP. Hence, he is eligible to be appointed as designated partner. Miss Pihu, although also a non-resident in Indian, he stayed in India for 110 days during the year. Hence, he does not qualify as a resident in India. Okay. However, she is eligible to be appointed as designated partner. സമ്മതിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? LLP was incorporated in 15th October. It is required to have at least 2 designated partners, at least 1 resident in India, which is being fulfilled by Akka. Akka എന്ന് പറയുന്ന വ്യക്തി റെസിഡൻ്റ് ആണല്ലോ. അപ്പോൾ അത് ഫുൾഫിൽ ആയി. മിസ്റ്റർ പീഹു ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് സെക്കൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. പീഹുവിനെയും റെസിഡൻ്റ് അല്ലെങ്കിലും സെക്കൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 പേരെ വെച്ച് തന്നെ LLP തുടങ്ങാം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ജനറൽ ക്ലോസസ് ആക്ട് 1897 നിന്ന് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ജനറൽ ക്ലോസസ് ആക്ട് മിക്ക പിള്ളേരും സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്ററാണ്. ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആദ്യം വായിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. വൃത്തിക്ക് നോട്ട് വെച്ച് പഠിച്ചോണം. ഓക്കെ. ക്വസ്റ്റ്യൻ: ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇൻസെന്റീവ്സ് ആക്ട് 2010 provides certain tax benefits to organizations engaged in charitable and social welfare activities. Okay. Section 312B of the Act states that an organization shall be eligible for such benefits if it is registered under Section 40 of the Social Organizations Act.
1980. ഓക്കെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇൻസെൻറ്റീവ്സ് ആക്ട് എന്ന് പറയുന്ന നിയമം. ഓക്കെ, അതിനെ നമ്മൾ ആക്ട് എ എന്ന് വിളിക്കാം തൽക്കാലം. ആ ആക്ടിനകത്ത് ചില ഓർഗനൈസേഷൻസിന് ടാക്സ് ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടുണ്ട്, ടാക്സ് ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആക്ടിൽ. ഓക്കെ, ആക്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 40 സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ട് 1980 സെക്ഷൻ 40 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസിനാണ് ഈ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ടിനെ നമുക്ക് ആക്ട് ബി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ആക്ട് എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്ട് ബിയിനകത്ത് സെക്ഷൻ 40 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് എ ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ 2024 സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ട് 1980 was repealed and replaced by സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ട് 2024. അതായത് 2024 ഈ ബി എന്ന് പറയുന്ന ആക്ട് ഇല്ലേ, സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ട്, ആ ആക്ടിനെ ഗവൺമെൻറ് റിപ്പീൽ ചെയ്തിട്ട് പകരം സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ട് പുതുക്കി 2024 പുതിയ ആക്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഈ പുതിയ ആക്ടിനെ നമുക്ക് സി എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു രജിസ്ട്രേഷൻ ഓഫ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് വെർ കെപ്റ്റ് സെയിം അണ്ടർ സെക്ഷൻ 52 ഓഫ് ദ ന്യൂ ആക്ട്. എടാ, പഴയ ആക്ടിൽ ഈ പറയുന്ന ഓർഗനൈസേഷൻസിനെ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയർ സെക്ഷൻ 40 അത് റിപ്പീൽ ചെയ്ത് പുതിയ ആക്ട് വന്നില്ലേ, സി എന്ന് പറയുന്ന ആക്ട്. ഈ സി എന്ന് പറയുന്ന ആക്ടിനകത്ത് ഇതേ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ തന്നിരിക്കുന്നത് സെക്ഷൻ 52 പുതിയ ആക്ടിൽ. Okay, however, no corresponding amendment was made in section 312B of the Community Development Incentives Act 2010, which continues to refer ഇങ്ങനെ ബി എന്ന് പറയുന്ന ആക്ട് പോയിട്ട് സി എന്ന് പറയുന്ന ആക്ട് വന്നല്ലോ. ഈ പുതിയ ആക്ട് വന്നപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആക്ട് എ എന്ന് പറയുന്ന ആക്ട്, അതിനകത്ത് റെഫറൻസ് ഉണ്ടായിരുന്നല്ലോ നേരത്തെ ബി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിന്ന്. ആ റെഫറൻസിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെയാണോ? പുതിയ ആക്ടിനെ റെഫർ ചെയ്യണ്ടേ? പുതിയ ആക്ട് പ്രകാരമല്ലേ ഇനിയിപ്പോൾ ഓർഗനൈസേഷൻസ് എല്ലാം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്, അതിനെ റെഫർ ചെയ്തിട്ടില്ല. ഓക്കെ, ഫൈൻ. സൺറൈസ് വെൽഫെയർ ഫൗണ്ടേഷൻ ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 52 ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ട്. സൺറൈസ് വെൽഫെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പുതിയ ആക്ട് പ്രകാരം സെക്ഷൻ 52 പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. ഓക്കെ, എന്നിട്ട് ആ പുതിയ കമ്പനി എന്ത് ചെയ്തു? നമ്മുടെ എ എന്ന് പറയുന്ന ആക്ട് പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് ക്ലെയിമിന് വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ ടാക്സ് അതോറിറ്റീസ് ഡിനൈഡ് ദ ക്ലെയിം ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ടാക്സ് അതോറിറ്റി ആ ക്ലെയിം ഡിനൈ ചെയ്തു. എന്താണെന്നറിയോ? പഴയ ആക്ട് പ്രകാരം അതിനെയല്ലേ റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയ ആക്ട് പ്രകാരം സെക്ഷൻ 40 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെ ഈ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ എന്നാണ് ടാക്സ് അതോറിറ്റീസ് പറയുന്നത്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇത് സെക്ഷൻ 8 ജനറൽ ക്ലോസസ് ആക്ടിനകത്ത് സെക്ഷൻ 8 ബന്ധപ്പെട്ട ചോദ്യമാണ്. സെക്ഷൻ 8 എന്താണെന്ന് പറഞ്ഞോട്ടെ. സെക്ഷൻ 8 പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇതൊരു ആക്ട്, എ എന്ന് പറയുന്ന ഒരു ആക്ട്. ഓക്കെ, ഈ എ എന്ന് പറയുന്ന ആക്ട് അതിനകത്ത് ഏതോ ഒരു സെക്ഷനകത്ത് മറ്റൊരു ആക്ടിനെ റെഫർ ചെയ്തിട്ടുണ്ട്. ബി എന്ന് പറയുന്ന മറ്റൊരു ആക്ടിനെ റെഫർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഈ ബി എന്ന് പറയുന്ന ആക്ട് ഗവൺമെൻറ് റിപ്പീൽ ചെയ്തു. റിപ്പീൽ ചെയ്തിട്ട് അതിന് പകരം പുതിയൊരു ആക്ട് ഗവൺമെൻറ് കൊണ്ടുവന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ആക്ട് നിലവിലില്ല. ഇപ്പം അതിന് പകരം സി എന്ന് പറയുന്ന ആക്ട് മാത്രമാണ് ഇപ്പം നിലവിലുള്ളത്, അല്ലേ? പക്ഷേ ഈ പഴയ ആക്ടിൽ എ എന്ന് പറയുന്ന ആക്ട്, ഈ എ എന്ന് പറയുന്ന ആക്ടിൽ റെഫർ ചെയ്തിരിക്കുന്നത് ബി എ അല്ലേ? ആ റെഫറൻസ് അവർ മാറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 8 എന്താ പറയണമെന്ന് അറിയോ? ഈ പുതിയ ആക്ട് വന്നതിന് ശേഷം ഈ റെഫറൻസിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? പുതിയ ആക്ടിനെ റെഫർ ചെയ്തതായിട്ട് ഡീം ചെയ്യണം. എ എന്ന് പറയുന്ന ആക്ട് എടുത്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിയിനെയാണ് റെഫർ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും. പക്ഷെ അത് ബിയിനെ അല്ല, ബി ഇപ്പം ഇല്ലല്ലോ. അതുകൊണ്ട് പകരം വന്ന പുതിയ ആക്ടിനെ റെഫർ ചെയ്തതായിട്ട് കണക്കാക്കണം. പുരിഞ്ചതാ? നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്താ? ഇൻകം ടാക്സ് ആക്ട്, പഴയ ഇൻകം ടാക്സ് ആക്ട്. ഈ ഇൻകം ടാക്സ് ആക്ടിനകത്ത് ബുക്ക് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. അതും കൂടെ കേട്ടോ, ആ എക്സാമ്പിളും കൂടെ കേട്ടോ. ബുക്ക് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ, നിങ്ങൾ ബുക്ക് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കമ്പനീസ് ആക്ട് 1956 ബുക്ക് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ നോക്കിയാൽ മതി എന്നാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഇൻകം ടാക്സ് ആക്ട് 1961 അതാണ് റെഫറൻസ്. അതിനകത്തുള്ള കാൽക്കുലേഷൻ പോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ ഇരിക്കാൻ നമുക്കറിയാം 1956 ആക്ട് പോയി, പകരം 2013 പുതിയ കമ്പനീസ് ആക്ട് വന്നില്ലേ. പക്ഷെ പുതിയ കമ്പനീസ് ആക്ടിന് വന്നതിന് ശേഷവും ഇൻകം ടാക്സ് ആക്ടിനകത്ത് ഇപ്പോഴും റെഫറൻസിൽ മാറ്റമൊന്നുമില്ല. ബുക്ക് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ 1956 ആക്ടിലെ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേഷൻ നോക്കിയാൽ മതി എന്ന് തന്നെയാണ് ഇൻകം ടാക്സിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എന്ന് വെച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ബുക്ക് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പഴയ ആക്ട് എടുത്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ റെഫറൻസിനെ 2013 ആക്ട് ആ പുതിയ ആക്ടിനെ റെഫർ ചെയ്തു എന്ന് കരുതിയാൽ മതി. അപ്പോൾ ഇപ്പം നമ്മൾ ഇൻകം ടാക്സ് ആക്ട് എടുത്ത് നോക്കുമ്പോൾ ബുക്ക് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ എവിടെ നിന്ന് എടുക്കണം? 2013 ആക്ടിനകത്തുള്ള ബുക്ക് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ എടുക്കണം. ഓക്കെ ആണോ? ഇതേ സംഭവം തന്നെ ഇവിടെയും പറഞ്ഞിരിക്കണേ. ക്വസ്റ്റ്യനകത്തും അത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഏതൊക്കെ ആക്ടിൻ്റെ പേര്? ആക്ടിൻ്റെ പേരൊന്നുകൂടെ നോക്കിയേ. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇൻസെൻറ്റീവ്സ് ആക്ട് 2010, അതിനെ ഞാൻ ആക്ട് എ എന്ന് വിളിച്ചു. സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ട് 1980, അതിനെ ഞാൻ ആക്ട് ബി എന്ന് വിളിക്കുന്നു. പിന്നെ സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ട് 2024, അതിനെ ആക്ട് സി എന്ന് വിളിക്കുന്നു. ഓക്കെ. ഈ ആക്ട് എയിൽ എന്താ പറഞ്ഞിരിക്കണേ? ചില ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. ഏത് ചാരിറ്റബിൾ ഓർഗനൈസേഷന്? സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ട് 1980, പഴയ ആക്ട്. ആ ആക്ടിനകത്ത് പ്രകാരം സെക്ഷൻ 40 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ 1980 ബി എന്ന് പറയുന്ന ആക്ട് റിപ്പീൽ ചെയ്തിട്ട് പകരം സി എന്ന് പറയുന്ന പുതിയ ആക്ട് വന്നു. പക്ഷെ പഴയ ആക്ടിന് ഈ ആക്ടിനകത്തുള്ള റെഫറൻസ് മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ അത് എന്തിനെ റെഫർ ചെയ്തിരിക്കുന്നു? പുതിയ ആക്ട്, അതായത് 2024 സോഷ്യൽ ഓർഗനൈസേഷൻസ് ആക്ടിനെ റെഫർ ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. കമ്പനിയുടെ പേര് സൺറൈസ് വെൽഫെയർ ഫൗണ്ടേഷൻ. ആ കമ്പനി രജിസ്റ്റർ ചെയ്തത് പുതിയ ആക്ട് പ്രകാരമാണ്. പുതിയ ആക്ടിനകത്ത് സെക്ഷൻ 52-നകത്താണ് രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ. ഓക്കെ. അപ്പോൾ ആ രജിസ്ട്രേഷൻ വാലിഡ് അല്ലേടാ? ഉറപ്പായിട്ടും വാലിഡ് ആണ്. ഈ പുതിയ കമ്പനി ഈ ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ടാക്സ് അതോറിറ്റീസ് അതിനെ എതിർക്കാൻ പാടുണ്ടോ? റിജക്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഈ ആക്ടിനകത്തുള്ള റെഫറൻസ് പഴയ ആക്ടിനെ ആണെങ്കിലും അത് റിപ്പീൽ ചെയ്തത് കൊണ്ട് റെഫറൻസിനെ നമ്മൾ പുതിയ ആക്ടിനെ റെഫർ ചെയ്തതായിട്ട് കണക്കാക്കണം. ഓക്കെ. അപ്പോൾ ഈ കമ്പനിക്കും ബെനിഫിറ്റ് കിട്ടാനുള്ള അധികാരമുണ്ട്. ഇതാണ് ആൻസർ. ഓക്കെ. ഓക്കെ ബോസ്, നോക്കിയേ. In the present case, Social Organizations Act 1980 has been repealed, പഴയ ആക്ട് പോയി, and replaced by Social Organizations Act 2024. And the registration provision formerly contained in Section 40 has been kept the same Section 452. പണ്ട് രജിസ്ട്രേഷൻ പഴയ ആക്ടിനകത്ത് സെക്ഷൻ 40-ലായിരുന്നു, പുതിയ ആക്ടിനകത്ത് സെക്ഷൻ 52-നകത്താണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺറൈസ് വെൽഫെയർ ഫൗണ്ടേഷൻ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 52 will be treated as satisfying the requirement of Community Development Incentives Act. Accordingly, the foundation is entitled to claim the tax benefits available under the Act. Okay? Okay? Okay. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. വായിക്കാം. Prior to 2024, the State Environmental Protection Act imposed penalties on factories that directly discharged untreated waste into rivers. ഓക്കെ. സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പണ്ട് 2024 ഡയറക്റ്റ് ആയിട്ട് അൺട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് റിവേഴ്സിൽ കളയുന്ന ഫാക്ടറീസിനെതിരെ പെനാൽറ്റി ഇമ്പോസ് ചെയ്തിരുന്നു. ഓക്കെ. ഓവർ ടൈം സെവറൽ ഇൻഡസ്ട്രീസ് ബിഗാൻ ഔട്ട്സോഴ്സിംഗ് വേസ്റ്റ് ഡിസ്പോസൽ ആക്ടിവിറ്റീസ് ടു തേർഡ് പാർട്ടി കോൺട്രാക്ടേഴ്സ്. ഓക്കെ. അപ്പോൾ കമ്പനികൾ അന്നത്തെ കാലത്ത് എന്ത് ചെയ്തിരുന്നു? ഔട്ട്സോഴ്സ് ചെയ്തു. വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കേസ് അവർ ഔട്ട്സോഴ്സ് ചെയ്ത് കോൺട്രാക്ടേഴ്സ് വഴി വെള്ളത്തിൽ കൊണ്ട് കളയുന്ന രീതിയിലാക്കി. Although these industries were the ultimate source of the waste, they escaped the liability because they were not direct polluters. Okay. അപ്പോൾ ഈ കമ്പനികൾ എന്തിനാണ് കോൺട്രാക്ടർ വഴി ചെയ്തത്? ഡയറക്റ്റ് ആയിട്ട് പൊല്യൂട്ട് ചെയ്താലല്ലേ കമ്പനികൾക്ക് പെനാൽറ്റി വരത്തുള്ളൂ. അപ്പോൾ ഇവർ കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചിട്ട് അവരല്ലേ കൊണ്ട് കളയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ആയതുകൊണ്ട് മെയിൻ പൊല്യൂട്ടൻറ്റിൻ്റെ സോഴ്സ് ഇവരാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെനാൽറ്റി അവർക്കെതിരെ വരത്തില്ല. അപ്പോൾ ആ ലൂപ്പ് ഹോൾ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ടു അഡ്രസ് ദിസ് ഇഷ്യൂ ദ ലെജിസ്ലേച്ചർ അമെൻഡഡ് ദ ആക്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാ കമ്പനികളും ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ട് കൊണ്ട് കളയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കോൺട്രാക്ടർ വഴി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആക്ടിനകത്ത് ഗവൺമെൻറ് അമെൻമെൻറ്റ് വരുത്തി. ഓക്കെ. അമെൻമെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? എനി പേഴ്സൺ ഹു കോസസ് ഓർ കോൺട്രിബ്യൂട്ട്സ് ടു ദ പൊല്യൂഷൻ ഓഫ് എ റിവർ
വെദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഓക്കെ, വെദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഷാൽ ബി ലയബിൾ ഫോർ ദ പ്രിസ്ക്രൈബ്ഡ് പെനാൽറ്റി. മനസ്സിലായോ? അമെൻമെന്റ് വരുത്തിയിട്ട് പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് കളഞ്ഞാലും ശരി ഇൻഡയറക്റ്റ് ആയിട്ട് കളഞ്ഞാലും ശരി പെനാൽറ്റി ഇമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ. സബ്സിക്വന്റ്ലി അതിനുശേഷം ഗ്രീനർത്ത് ലിമിറ്റഡ് എൻഗേജ്ഡ് ആൻ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ഫോർ വേസ്റ്റ് ഡിസ്പോസൽ. ഗ്രീനർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു കോൺട്രാക്ടറിനെ അപ്പോയിന്റ് ചെയ്തു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ. ദ കോൺട്രാക്ടർ ഇല്ലീഗലി ഡിസ്ചാർജ് ഹസാഡസ് വേസ്റ്റ് ഇൻ ടു റിവർ. ആ കോൺട്രാക്ടർ ഇല്ലീഗലായിട്ട് ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ് അൺട്രീറ്റഡ് ആയിട്ട് തന്നെ റിവറിൽ കൊണ്ട് കളഞ്ഞു. Green Earth Limited contended that since it did not directly release the waste, the amended provision. Okay. Green Earth കോടതി പോയിട്ട് പറഞ്ഞു ഇമ്പോസ് ചെയ്യുമല്ലോ, പെനാൽറ്റി ഇമ്പോസ് ചെയ്തല്ലോ ഗ്രീൻ എർത്തിനെതിരെ. അപ്പോൾ ഗ്രീൻ എർത്ത് നേരെ പോയിട്ട് പറഞ്ഞു നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കളഞ്ഞതല്ല, അതുകൊണ്ട് പെനാൽറ്റി വരത്തില്ല. അപ്പോൾ ഗ്രീൻ എർത്തിൻ്റെ സ്റ്റാൻഡ് വാലിഡ് ആണോ അല്ലയോ എന്നായിരിക്കും ചോദ്യം. ഓക്കെ. എടാ ഇത് ആക്ച്വലി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ ഹെയ്ഡൻസ് റൂൾ എന്ന് പറയുന്നൊരു ഡോക്ട്രിനുണ്ട്. ഹെയ്ഡൻസ് റൂൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ. ഈ ഹെയ്ഡൻസ് റൂളിൽ എന്താ പറഞ്ഞിരിക്കണേ? എടാ നിങ്ങൾ ഒരു നിയമം വായിക്കുക. ഈ നിയമം വായിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട 4 കാര്യങ്ങളുണ്ടെന്നാണ് ഹെയ്ഡൻസ് റൂൾ പറയുന്നത്. ഒന്നാമത്തെ ഫാക്റ്റ് എന്ന് വെച്ചാൽ ഈ നിയമം നിങ്ങൾ വായിക്കുന്നതിന് മുന്നേ ഇതേ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു പഴയ നിയമം ഉണ്ടായിരിക്കുമല്ലോ. ആ പഴയ നിയമം എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഈ പഴയ നിയമത്തിനകത്ത് കുറച്ച് ലൂപ്പ് ഹോളുകൾ ഉണ്ടാവും. ആ ലൂപ്പ് ഹോളുകൾ കാരണം നാട്ടിൽ ആ ഒരു ഫീൽഡിൽ ഒരുപാട് വയലേഷൻസ് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. ഓക്കേണോ? ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നത്. അങ്ങനെയാണല്ലോ എല്ലാ കേസും, അല്ലേ? നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിയമം വരുന്നത്. അപ്പോൾ പഴയ നിയമത്തിനകത്ത് എന്തോ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. ആ ലൂപ്പ് ഹോൾ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളോ വയലേഷൻസോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പഴയ ആക്ടിന് പകരം പുതിയ ആക്ട് കൊണ്ടുവന്നത്, അല്ലേ? എന്നിട്ട് ഈ പുതിയ ആക്ട് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത് എന്നത് മനസ്സിലാക്കണം. ഓക്കെ. എന്നിട്ട് ആ പരിഹാരം, സൊല്യൂഷൻ അഥവാ റെമഡി, പുതിയ ആക്ട് കൊണ്ടുവരുന്ന റെമഡി അപ്ഹോൾഡ് ചെയ്യുന്ന ഇൻ്റർപ്രിട്ടേഷൻ തന്നെ കൊടുക്കണം. അല്ലാതെ ഈ പുതിയ ആക്ട് നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൂട്ടുന്ന രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പാടില്ല. അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാക്സിമം സപ്രസ് ചെയ്യണം. എന്നിട്ട് ആ സൊല്യൂഷൻ, പുതിയ ആക്ട് കൊണ്ടുവന്ന റെമഡി അപ്ഹോൾഡ് ചെയ്യണം. ആ രീതിയിൽ മാത്രമേ ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് ഹെയ്ഡൻസ് റൂൾ. ഓക്കെ. അപ്പോൾ ഈ കേസിൽ അത് തന്നെയാ. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ആ ആക്ടിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കമ്പനികൾ ഡയറക്റ്റ് ആയിട്ട്, പഴയ ആക്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് അൺട്രീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് റിവറിൽ കളഞ്ഞാൽ പെനാൽറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ കമ്പനികൾ എന്ത് ചെയ്തു? കമ്പനികൾ കോൺട്രാക്ടർ വഴി ഇൻഡയറക്റ്റ് ആയിട്ട് റിവറിൽ കൊണ്ട് കളഞ്ഞു, അല്ലേ? അപ്പോൾ ഇതാണ് നാട്ടിലുണ്ടായിരുന്ന പ്രശ്നം. ഒരുപാട് പേര് ഇൻഡയറക്റ്റ് ആയിട്ട് റിവറിൽ കൊണ്ട് കളഞ്ഞു, പെനാൽറ്റി ഒന്നും കിട്ടത്തുമില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ EP ആക്ട് അമെൻഡ് ചെയ്ത് പുതിയ രീതിയിൽ അതിൽ പ്രൊവിഷൻസ് മാറ്റി. അമെൻഡ് ചെയ്തിട്ട് എന്താക്കി? ഡയറക്റ്റ് ആയിട്ടായാലും ശരി ഇൻഡയറക്റ്റ് ആയിട്ടായാലും ശരി പെനാൽറ്റി ഇമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതിയ ആക്ടിൻ്റെ ഉദ്ദേശം എന്താ? ഇൻഡയറക്റ്റ് ആയിട്ട് കോൺട്രാക്ടർ വഴി കൊണ്ട് കളയുന്നത് തടയണം, അല്ലേ? ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ അമെൻമെൻറ്റിൻ്റെ ഉദ്ദേശം, അല്ലേ? അപ്പോൾ ഈ ആക്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യണം? നേരിട്ട് കൊണ്ട് കളഞ്ഞാലും ശരി ഇൻഡയറക്റ്റ് ആയിട്ട് കോൺട്രാക്ടർ വഴി കൊണ്ട് കളഞ്ഞാലും ശരി, ഇതെല്ലാം പെനാൽറ്റിക്ക് അർഹതയുള്ള പ്രശ്നമാണ്, തെറ്റാണ്, വയലേഷനാണ് എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ അമെൻമെൻറ്റിൻ്റെ ഉദ്ദേശം ഇല്ലാതായി പോകും, അല്ലേ? വീണ്ടും വീണ്ടും ആളുകൾ ആ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും, അല്ലേ? ആ പ്രശ്നം നമ്മൾ വീണ്ടും വീണ്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കരുത്. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും അത് ചെയ്യുന്നത് പെനാൽറ്റിക്ക് ലയബിൾ ആണെന്നുള്ള രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ ഈ കേസിൽ ആ ചൊക്കൻ കമ്പനിയുടെ പേരെന്തായിരുന്നടാ? ഗ്രീൻ സംതിങ്, വാട്ട് വാസ് ഇറ്റ്? ഗ്രീൻ എർത്ത് എന്ന് പറയുന്ന കമ്പനി ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തത് ഇല്ലീഗൽ ആണെന്ന് തന്നെയാണ് ഹെയ്ഡൻസ് റൂൾ പറയുന്നത്. ഓക്കെ. ഈ ഹെയ്ഡൻസ് റൂളിനെ മിസ്ചീഫ് റൂൾ എന്നും വിളിക്കും കേട്ടോ. Suppress the mischief and advance the remedy. Okay, boss? Theory വായിച്ചേക്കണേ.
ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. RTPയിലെ അവസാനത്തെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വായിക്കാമോ? ഫെമ മിസ് റാഷിദ ഖുറേഷി is an Indian national. Okay. The following event occurred in sequence. 5th April 2025, Miss Rashida departed India to take up full-time employment with a luxury fashion house in Milan, Italy. ഓക്കെ, 5-ാം തീയതി ഏപ്രിൽ 5, 2025 റാഷിദ ഇന്ത്യ വിട്ട് ഇറ്റലി പോയി. എന്തിനു വേണ്ടിയിട്ട് പോയി? അവിടെ ഫുൾ ടൈം എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് പോയി. ഓക്കെ. സെപ്റ്റംബർ 2025 റാഷിദ returned to India briefly for 12 days to attend her sister's wedding and thereafter rejoined her employment. Okay. സെപ്റ്റംബർ 2025 പുള്ളിക്കാരി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. 12 ദിവസം ഇന്ത്യയിൽ നിന്നു, എന്നിട്ട് തിരിച്ചു പോയി. ഇന്ത്യയിൽ നിന്നത് സിസ്റ്ററിന്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ. What is Miss Rashida's residential status under the provisions of FEMA 1999 from 5th April 2025 onwards during the period of her employment in Milan? Does her 12-day stay visit to India for the wedding in September affect this status? What is Miss Rashida's residential status under the provisions of FEMA from 5th April 2025 onwards during the period of her employment in Milan? Okay. Does her 12-day visit to India for the wedding in September affect this status? ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഫെമയ്ക്കകത്ത് PRI പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ള ഡെഫിനിഷൻ പഠിക്കാനില്ലേ? ആ ഡെഫിനിഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. ഫെമയ്ക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ് PRI വൃത്തിക്ക് പഠിച്ചിരിക്കണം. ഓക്കെ. ഈ ആ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. ഇവിടെ റാഷിദ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യനാണ്, ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു. പക്ഷെ 2025 ഏതാടാ ഡേറ്റ് ഏതാ ഏപ്രിൽ 5-ാം തീയതി റാഷിദ എവിടെ പോയി? റാഷിദ ഇറ്റലി പോയി. അവിടെ ഫുൾ ടൈം എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് പോയതാ. അങ്ങനെ അവിടെ ചെന്നിട്ട് ജോലിക്കിരുന്നു. അത് കഴിഞ്ഞ് അതേ വർഷം സെപ്റ്റംബർ മാസം റാഷിദ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നത് ഒരു 12 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്, അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി. വന്നിട്ട് തിരിച്ചു പോയി. ഓക്കെ. അപ്പോൾ ഈ റാഷിദ PRI ആണോ PROY ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം പറയാനായിട്ട് ശ്രമിക്കുവാണേ. PRI PROY. ഓക്കെ. ഒരാൾ PRI ആണോ PROY ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയണേ? ആദ്യം ഈ വ്യക്തി, നമ്മളിപ്പോൾ ഒരാൾ PRI ആണോ PROY ആണോ എന്ന് തിരിച്ചറിയാൻ പോവുക. അതിനാദ്യം നോക്കേണ്ടത് എന്താ? ഈ വ്യക്തി പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ള പീരിയഡ് നോക്കണം. പ്രീവിയസ് ഇയറിൽ ഇവൻ 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. കഴിഞ്ഞ വർഷം 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഓക്കെ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കണേ? ഈ വർഷം, കഴിഞ്ഞ വർഷം 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ. ഈ വർഷം അവൻ എവിടെ ഉണ്ടാവും? ഈ വർഷം അവൻ ഒന്നുകിൽ ഇന്ത്യക്കകത്തുണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ഈ വർഷം അവൻ ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഈ വർഷം അവൻ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ടാവും. ആണല്ലോ, ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ, അല്ലേ? ഇനി ഈ വർഷം അവൻ ഇന്ത്യയിലുണ്ടെന്ന് വെച്ചോ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അവൻ ഇന്ത്യയിൽ നിൽക്കുന്ന പേർപ്പസ് എന്താണെന്ന് നോക്കണം. ഓക്കെ. ഞാൻ ഈ പറയാൻ പോകുന്ന 3 പേർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ഇന്ത്യയിൽ നിൽക്കുന്നതെങ്കിൽ അവൻ നമ്മുടെ ആളാണ്, അവൻ PRI. എന്ന് വെച്ചാൽ എന്തൊക്കെയാ 3 പേർപ്പസ്? ഇവിടെ എംപ്ലോയ്മെന്റിന് വേണ്ടി നിൽക്കുവാണോ, അല്ലെങ്കിൽ ബിസിനസ്സോ വൊക്കേഷനോ ചെയ്തുകൊണ്ട് നിൽക്കുവാണോ, അതുമല്ലെങ്കിൽ അൺസർട്ടൺ പീരീഡ് എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകാൻ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാതെ അങ്ങനെ ഇങ്ങനെ നിൽക്കുവാണോ, പുറത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ഒന്നും ഇല്ലാതെ നിൽക്കുവാണോ. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഇവിടുത്തെ ആളാ. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടെ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വൊക്കേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും ഇവിടുത്തെ ആളാണ്. അവൻ ആരായി? PRI. ഓക്കെ. ഇനി അവൻ ഇവിടെ നിൽക്കുന്നത് ഈ 3 കാര്യങ്ങൾക്കും അല്ലെങ്കിലോ?
ഇവിടെ ജോലി ചെയ്യാൻ നിൽക്കുന്നില്ല, ഇവിടെ ബിസിനസ്സോ വൊക്കേഷനോ ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകാൻ പ്ലാനോടുകൂടി നിൽക്കുക, അങ്ങനെയാണെങ്കിൽ അവൻ ആരായി? PROI. ഓക്കെ. ഇതേപോലെ തിരിച്ചും അവനിപ്പോ ഇന്ത്യക്ക് പുറത്താണെന്ന് വിചാരിച്ചോളൂ. അവൻ പുറത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോയത് ഈ പറയാൻ പോകുന്ന 3 പർപ്പസിന് വേണ്ടിയിട്ടാണോ എന്ന് നോക്കണം. എന്തൊക്കെയാ സെയിം പർപ്പസസ്? പുറത്തേക്ക് പോയത് അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവിടെ ബിസിനസ്സോ വൊക്കേഷനോ ആയിട്ട് ബന്ധപ്പെട്ട് പോയതാണോ, അതും അല്ലെങ്കിൽ അവിടെ അൺസർട്ടൺ പീരീഡ്, ഇന്ത്യയിലേക്ക് വരാൻ പ്ലാൻ ഒന്നുമില്ലാതെ അൺസർട്ടൺ പീരീഡ് ആയിട്ട് പോയതാണോ? ഈ 3-ൽ ഏതെങ്കിലും ഒരെണ്ണം അവൻ അട്രാക്റ്റഡ് ആയാൽ അവൻ എവിടുത്തെ ആൾ ആലോചിച്ചോക്കെ. അവിടെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ബിസിനസ്സോ വൊക്കേഷനോ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ അൺസർട്ടൺ പീരീഡ്, ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ഇല്ലാതെ നിൽക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവൻ എവിടുത്തെ ആളാ? അവിടുത്തെ ആളാ, നമ്മുടെ ആളല്ല, അല്ലേ? അപ്പം ഈ കേസിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം യെസ് ആയാൽ അവൻ PROI. ഓക്കെ. ഇത് 3 അല്ലെങ്കിലോ? ഈ 3 കാര്യത്തിനും അല്ല പുറത്തു പോയതെങ്കിലോ? അവിടെ എംപ്ലോയ്മെന്റിനല്ല, അവിടെ ബിസിനസ്സിനല്ല, അവിടെ വൊക്കേഷൻ അല്ല, ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാനോട് കൂടി നിൽക്കുക, അങ്ങനെയാണെങ്കിൽ അവൻ ആരായി? PRI. അവൻ ഇവിടുത്തെ ആളാ, PRI. ഓക്കെ. ഇതാണ് ഡെഫിനിഷൻ. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇവിടെ ഇപ്പോൾ പുള്ളിക്കാരിയുടെ പേരെന്ത്? റാഷിദ. റാഷിദ എന്നാണെന്ന് വിചാരിച്ചോ. റാഷിദ എന്ന് പറയുന്ന വ്യക്തി, പുള്ളിക്കാരി എന്താ ചെയ്തേ? പുള്ളിക്കാരി ഏപ്രിൽ 5-ാം തീയതി ഇന്ത്യയിൽ നിന്നും എങ്ങോട്ടേക്ക് പോയി? ഇറ്റലിയിലേക്ക് പോയി, അല്ലേ? അപ്പം കഴിഞ്ഞ വർഷത്തെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, പ്രീവിയസ് ഇയർ. അപ്പം അത് നോക്കണ്ട, കുഴപ്പമില്ല. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് നോക്കണ്ട. സിറ്റിസൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഫൈൻ, അത് വിട്ടേക്ക്. ഈ റാഷിദ എന്ന് പറയുന്ന വ്യക്തി ഏപ്രിൽ 5-ാം തീയതി ഇറ്റലിയിലേക്ക് പോയി. അവിടെ പോയത് എന്തിനാ? അവിടെ ഫുൾ ടൈം എംപ്ലോയ്മെന്റിന് പോയതല്ലേടാ. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് വന്നില്ലേ, അവിടെ പോയി എംപ്ലോയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? അപ്പോൾ അതോടെ നോക്കിയേ, ഇഫ് യെസ് ആണെങ്കിൽ PROI. അപ്പോൾ ഈ വർഷം ഇന്ത്യക്ക് പുറത്തേക്ക് ജോലിക്ക് പോയതായതുകൊണ്ട് തന്നെ റാഷിദയെ ഏപ്രിൽ 5-ാം തീയതി മുതൽ, അതായത് പോയ ദിവസം മുതൽ PROI ആയിട്ട് കണക്കാക്കും. ഓക്കെ ആണല്ലോ. അതിനുശേഷം റാഷിദ ഇന്ത്യയിൽ വന്നു സെപ്റ്റംബറിൽ. പക്ഷെ വന്നത് എന്തിനാ? ടെമ്പററി പീരീഡിലേക്ക് വന്നതല്ലേ, 12 ദിവസത്തേക്ക് വന്നതല്ലേ. ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ജോലി ചെയ്യാനാണോ? അല്ല. ഇവിടെ ബിസിനസ്സോ വൊക്കേഷനോ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണോ? അല്ല. അൺസർട്ടൺ പീരീഡ് ആണോ? അല്ല. 12 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകാൻ പ്ലാനോട് കൂടിയല്ലടാ വന്നിരിക്കണേ, അതുമല്ല. ഇത് 3ഉം അല്ല. അപ്പോൾ സോറി, അത് ഇവിടെയല്ല, ഇവിടെയാണ് എടുക്കേണ്ടത്. ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ജോലിക്ക് വന്നതല്ല, ഇവിടെ ബിസിനസ്സും വൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതല്ല, ഇവിടെ അൺസർട്ടൺ പീരീഡും അല്ല. ഇത് 3ഉം അല്ല. അപ്പം റാഷിദ ആര് തന്നെയാ? PROI തന്നെയാ. പുരിഞ്ചതാ. അപ്പോൾ 12 ദിവസത്തേക്ക് ഇന്ത്യയിൽ വന്നു എന്ന് വെച്ചിട്ട് PRI ആയി മാറുന്നില്ല. ആ കേസിലും PROI തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. പിന്നെ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് പോകുന്ന ദിവസം, ഏപ്രിൽ 5-ാം തീയതി ആണല്ലോ പോകുന്ന ദിവസം മുതൽ റാഷിദയെ PROI ആയിട്ട് കണക്കാക്കും. ഓക്കെ. വായിക്കട്ടെ. Miss Rashida departed India on 5th April 2025 specifically to take up employment with the luxury fashion. ജോലിക്ക് വേണ്ടി 5-ാം തീയതി പോയി. As per section 2(5) of the FEMA, a person who has gone out of India or who stays outside India for the purpose of taking up employment outside India ceases to be a PRI. PRI അല്ലാതാവും എന്ന് മുതൽ? പോയ ദിവസം മുതൽ. മനസ്സിലായോ? ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡേയ്സ് സ്പെൻഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. കഴിഞ്ഞ വർഷം എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കണ്ട. ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോയത് അവിടെ ജോലി ചെയ്യാനല്ലേ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് നോക്കണ്ട. പോയ ദിവസം മുതൽ PRI അല്ലാതായി എന്ന് വെച്ചാൽ PROI ആയി. ഓക്കെ. അക്കോർഡിംഗ്ലി മിസ് റാഷിദ ബിക്കേം എ PROI വിത്ത് എഫക്ട് ഫ്രം 5th April 2025. ക്ലിയർ ആണോ? ശരി, ബാക്കി. ഹെർ 12-day റിട്ടേൺ ടു ഇന്ത്യ ഫോർ ഹെർ സിസ്റ്റേഴ്സ് വെഡിങ് ഡസ് നോട്ട് ഓൾട്ടർ ദ സ്റ്റാറ്റസ്. തിരിച്ച് 12 ദിവസത്തേക്ക് വന്നു എന്ന് വെച്ചിട്ട് ആ സ്റ്റാറ്റസിൽ ഒരു മാറ്റവും ഇല്ല.
Okay, a temporary return for a purely personal purpose without any change in the intention, purpose of residence does not trigger change of residential status under the FEMA. മനസ്സിലായോ? ടെമ്പററിലി ഇന്ത്യയിലേക്ക് വന്നു എന്ന് വെച്ചിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ദ ഡിറ്റർമിനേറ്റീവ് ഫാക്ടർ ഈസ് ദ പർപ്പസ് ആൻഡ് ദ പെർമനൻസ് ഓഫ് സ്റ്റേ, നോട്ട് മിയർ ദ ഫിസിക്കൽ പ്രസൻസ്. ഓക്കെ, ഫിസിക്കൽ പ്രസൻസിലല്ല കാര്യം, വന്ന പേർപ്പസ് എന്താണ്, എത്ര നാൾ ഇവിടെ ഉണ്ടാവും, തിരിച്ചു പോകാൻ പ്ലാൻ ഉണ്ടോ എന്നതാണ് ഇവിടെ മെയിൻ പേർപ്പസ്. Okay, Miss Rashida's residential status under 2.5 of FEMA throughout the period from April 5th onwards is PROI. മനസ്സിലായി? ഈ 12 ദിവസത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുവാണേ. ഈ 12 ദിവസത്തേക്ക് പുള്ളിക്കാരി ഇന്ത്യയിൽ വന്നതേ ഇവിടെ ബിസിനസ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ജോലി എടുത്ത് വന്നതാണെങ്കിലോ PRI ആവും. മനസ്സിലായോ? ഇന്ത്യയിലേക്ക് വന്നത് ഈ 3 കാര്യത്തിനും അല്ല, അതുകൊണ്ട് PROI തന്നെയായിട്ടിരിക്കുക. ഓക്കെ, എടാ ഫെമ വൃത്തിക്ക് പഠിച്ചോണം. PRI, PROI, പിന്നെ അതേപോലെ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്, അതിനകത്ത് ഷെഡ്യൂൾസ് ഉണ്ട്. ഷെഡ്യൂൾ 1, 2, 3, ഇതിനകത്തും ഷെഡ്യൂൾ 3 മെയിനായിട്ട് വൃത്തിക്ക് പഠിച്ചോണം. ഇതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരണതാ. പിന്നെ പുറത്തുള്ള വ്യക്തി അവിടെ നിന്ന് ഇൻകം ഏൺ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് ആ അസറ്റ്സ് കൊണ്ടുവരുന്ന കാര്യം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൃത്തിക്ക് പഠിച്ചോണം, നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ എടാ, പിന്നെ എക്സാം വരുവാണല്ലോ, ഒരു കാര്യം കൂടെ പറയാം. ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡിവിഡൻഡ് അക്കൗണ്ട്സ് ഓഡിറ്റ്. ഓക്കെ, പിന്നെ ഫെമ, LLP, ജനറൽ ക്ലോസ് ഇൻ്റർപ്രിട്ടേഷൻ, ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ട് പോകണം. ബാക്കി ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെപ്പോസിറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. ഓക്കെ, അപ്പം പോയി പൊളിച്ചിട്ട് വാടാ, അടിച്ചു പൊളിക്ക്, നല്ല 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 മാർക്ക് വാങ്ങിക്ക്. ആ 3 മണിക്കൂർ മാക്സിമം തകർക്കാനായിട്ട് നോക്ക്. ഓൾ ദി ബെസ്റ്റ്.